ചുവപ്പാണ്, എന്റെ രക്തം ചുവപ്പാണ്. നീ ഇത് വെച്ചോ. ഒരു മിനിറ്റ് നിൽക്ക്. ഇത് പിടിക്കേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. നിനക്കല്ല, സ്വാദിക്കാം. ശരിയായിട്ടുണ്ടല്ലോ. ഇപ്പൊ തരാന്ന് പറഞ്ഞിട്ട് ഇപ്പഴാ തരുന്നേ. നിങ്ങളോട് ചോദിക്കേണ്ടി വരും. വീണ്ടും നിനക്ക് കടം വേണമോ? ഓ, ഈ കാശൊന്നും കൊണ്ട് തിരിച്ചു വരും. അയ്യേ, 100 രൂപ നോട്ടുകൾ മാത്രമേ ഉള്ളൂ. എടാ, എന്നെ കണ്ട ATM തോന്നുന്നേ. ATM എന്ന് പറഞ്ഞാൽ എനിട്ടൈം മനുഷ്യൻ എന്നുകൂടി അർത്ഥമുണ്ട്. കാശില്ലാത്ത ഈ ATM തേച്ചുകൊണ്ടിരിക്കുന്നയാളാണ് അപ്പു. നാട് മുഴുവൻ കടം മേടിച്ചിട്ടുണ്ട്. ഇവന്റെ കാഴ്ചപ്പാടിൽ ATM എനിട്ടൈം മനുഷ്യനാണ്. എന്തിനാ ദിവസം എന്നെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യുന്നത്? ഇവിടെ ഉള്ളവരൊക്കെ എന്നെ ചെറിയ കുട്ടിയെ കാണുന്ന പോലെ കാണുന്നു. എടാ, വിവരമില്ലാത്തവനെ, ഒരു ചെറിയ കാറ്റടിച്ചാൽ നീ കോളേജിൽ വരൂല. അതുകൊണ്ട് നിന്നെ കോളേജിലേക്ക് വിട്ടിട്ട് വരാന്ന് പറഞ്ഞാ വന്നേ. വയ്ക്കോ. ഇവന്റെ പേര് കൃഷ്ണമൂർത്തി. പേര് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കൃഷ്ണ എന്ന് ചുരുക്കി. പക്ഷേ മറ്റുള്ളവർ വിളിക്കുന്നത് കിട്ടൂന്ന. എന്താടാ എപ്പോഴും പലിശ മാത്രമേ ഉള്ളൂ? മുതൽ എന്നാ തരാ? ഫസ്റ്റ് ഇയർ കടം വാങ്ങിയതാ, ഇപ്പൊ ഫൈനൽ ഇയർ ആയി. അടുത്ത വർഷം തരാൻ ചേച്ചി. ചെകിട്ടത്തടിച്ചവളുടെ പേരാണ് ഹണി. ഇവളൊരു പണഭ്രാന്തിയാ. പലിശയ്ക്ക് ഇവിടെയാണ് പണി. പലിശ കൊടുത്തില്ലെങ്കിൽ നല്ല അടി കിട്ടും. ഇവന്റെ പേര് നാനി. എല്ലാവർക്കും ഒരു വിളിപ്പേരുള്ളത് പോലെ ഇവനും ഒരു വിളിപ്പേരുണ്ട്. അതാണ് നയൻ നാനി. ഒരു സെമസ്റ്ററിലും 9 മാർക്കിൽ കൂടുതൽ ഇവൻ ഇതുവരെ മേടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇവന് നയൻ നാനി എന്നുള്ള വിളിപ്പേര് കിട്ടിയത്. ഇവളുടെ പേരാണ് മിത്ര. ഈ നാനി 9-ൽ കൂടുതൽ മാർക്ക് വാങ്ങാത്തതുപോലെ ഇവള് 90-ൽ താഴെ മാർക്ക് വാങ്ങിച്ചിട്ടേ ഇല്ല. അത്രയ്ക്ക് ബ്രില്യന്റ്. ഇവര് വെറും ഫ്രണ്ട്സ് മാത്രമല്ല, വേണമെങ്കിൽ ജീവൻ വരെ കൊടുക്കും. ഹായ്. ഹായ്. നിന്റെ പേര്? മിത്ര. ഇന്ന് വാലന്റൈൻസ് ഡേ. ലവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഈ ജോലിയും കൂലിയും ഇല്ലാത്ത സ്റ്റുപ്പിഡ്സ് മാത്രമേ പ്രേമിക്കാൻ നിൽക്കത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് ലവ് എന്ന് പറഞ്ഞാൽ ലോട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ലൈഫ്. പഠിക്കുന്ന പ്രായത്തിൽ എന്തിനാ ഈ ലവ് ഒക്കെ? സത്യത്തിൽ നിങ്ങൾ ചാനലുകാരായി ഈ ചെറുപ്പക്കാരെ ഇങ്ങനെ നശിപ്പിക്കുന്നത്. ലവ് എന്ന് പറഞ്ഞ് അത് മാത്രമല്ല, വാലന്റൈൻസ് ഡേയും ബെസ്റ്റ് ലവേഴ്സ് പ്രോഗ്രാം ഒക്കെ എന്തിനാ? വിരാട് കോഹ്ലി പ്രേമിക്കുന്നുണ്ടെന്ന് പറഞ്ഞ അങ്ങേരുടെ പുറകെ 1000 പെണ്ണുങ്ങൾ പോകും. ആദ്യം യങ്സ്റ്റേഴ്സ് ഒക്കെ ലൈഫിൽ എന്തെങ്കിലും നേടട്ടെ, എന്നിട്ട് മതി ഈ പ്രേമമൊക്കെ. ഹലോ സാർ പറയൂ. എന്താ അവരെ മാത്രം ചോദിക്കുന്നേ? എന്നോട് ചോദിക്കുമോളെ. അതും ഒരു വട്ട് കേസാ. ഏതൊക്കെ വയസ്സിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നില്ലേ? ഫോർ എക്സാമ്പിൾ, പഠിക്കേണ്ട വയസ്സിൽ പഠിച്ചു തീർത്തിട്ട് അച്ചീവ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മൊത്തം ലൈഫും തീർന്നിരിക്കും. പ്രേമിക്കാൻ ഒരു ഏജ് ഇല്ലേ? അത് അവൾക്ക് അറിയില്ല. ദിസ് ഇസ് ദ ഏജ് ഫോർ എൻജോയ്മെന്റ്. എൻജോയ്. എക്സാക്ട്ലി. നിങ്ങളുടെ പേര്? നാനി. നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കുന്നു, എന്നാൽ രണ്ടുപേരും ക്ലോസ് ഫ്രണ്ട്സ്. യെസ്, ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, ബട്ട് വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഈ വാലന്റൈൻസ് ഡേ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? യുവാക്കൾ അഭിമാനിക്കേണ്ട ദിവസമാണ്. യുവാക്കൾ അവരുടെ ശക്തി മനസ്സിലാക്കേണ്ട ദിവസം. ഇന്നേ ദിവസം വേൾഡ് യൂത്ത് സ്കിൽ ഡെവലപ്മെന്റ് ഡേ ആണ്. നമ്മുടെ പ്രധാനമന്ത്രി മോഡിജി സ്കിൽ ഇന്ത്യ, അവേക്ക് ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് യുവാക്കളെ മുൻനിർത്തുകയാണ്. അതുകൊണ്ടാണ് മറ്റുള്ള രാജ്യങ്ങളിലെ ഗ്രീൻ കാർഡിനേക്കാൾ നമ്മുടെ രാജ്യത്തിന്റെ ആധാർ കാർഡാണ് മികച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോടിക്കണക്കിന് കാശ് ചെലവാക്കി നിങ്ങൾക്ക് വേണ്ടി ഏർപ്പാട് ചെയ്തിരിക്കുന്ന സ്കിൽസ് ഡെവലപ്മെന്റ് സെന്റേഴ്സിൽ അധിക സമയം ചെലവഴിച്ച് അറിവ് വളർത്തുക. ഈ കോളേജ് ചെയർമാനായ എന്റെ അഭ്യർത്ഥന ഇതാണ്. ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ പേര് കുടുംബം എന്നാണെന്ന്. എന്നാൽ എനിക്ക് കുടുംബമൊന്നുമില്ല. സോറി സ്റ്റുഡൻസ്. അതുകൊണ്ടാണ് കൂട്ടുകുടുംബമായി ഇരിക്കുന്നവർക്ക് മാത്രം അധികം മാർക്ക് കൊടുത്ത് എൻകറേജ് ചെയ്യും. ഓക്കെ, ഗെറ്റ് റെഡി. ഭവാനി, നിന്റെ ഫാമിലിയിൽ എത്ര പേരുണ്ട്? സാർ, ഞാൻ ഫാമിലിന്നല്ല, ഹോസ്റ്റലിൽ നിന്നാ വരുന്നത്. 10 മാർക്ക് മൈനസ്. സാർ, 20 മാർക്ക് മൈനസ്. മിണ്ടാട്ടിരിക്കും അവിടെ. അപ്പോ വരാ നിന്റെ അടുത്തേക്ക് തന്നെ വരുന്നേ. പാവാടാ നീ. ബാച്ചിലർ അല്ലേ സാർ? ഇല്ല സാർ, എനിക്കും ഫാമിലിയൊക്കെ ഉണ്ട്. ഉണ്ടോ? അച്ഛൻ, അമ്മ ഉണ്ടാവും. ചേച്ചി, അനിയത്തി. സ്വാഭാവികം. അനിയൻ, ചേട്ടൻ. ഫുൾ ഫാമിലി കംപ്ലീറ്റഡ്. 20 മാർക്ക് തന്നിരിക്കുന്നു. ഇത്ര പറഞ്ഞപ്പോഴേക്കും 20 മാർക്ക് കിട്ടിയല്ലോ സാർ. ഫാമിലിയിൽ ഇനിയും അംഗങ്ങളുണ്ട്. അങ്ങനെയാണോ? ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. അയ്യോ. ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ ഉണ്ട്. അത് കലക്കി. അതായത് അമ്മയുടെ അമ്മ,
അച്ഛന്റെ അമ്മ, അമ്മയുടെ അമ്മ, അച്ഛന്റെ അമ്മ, അച്ഛന്റെ അച്ഛൻ, മുത്തച്ഛന്റെ അച്ഛൻ. അതെ സാർ. നിന്റെ ഫാമിലി വലിയ ഞങ്ങളുടെ ഫാമിലി family വലിയ 40 മാർക്ക് ഇട്ടേക്കാം. എൻജോയ് ചെയ്യൂ. സാർ ഇനി കുറച്ചുകൂടി വലിയ ഫാമിലി സാർ ഞങ്ങള്. ഇനിയുണ്ടോ? എന്റെ വീടിനടുത്ത് അമ്മ, ഓപ്പോസിറ്റ് വീട്ടിൽ അച്ഛൻ, അതിനിപ്പുറത്തെ വീട്ടിൽ ചെറിയ അച്ഛൻ, മുകളിലത്തെ വീട്ടിൽ ചെറിയമ്മ, താഴത്തെ വീട്ടിൽ അനിയത്തി, പിന്നെ ബന്ധുക്കളായി. ഇത് കുടുംബ ബന്ധമല്ല, അന്യായ കുടുംബ ബന്ധം. നിന്റെ 45 മാർക്ക് കട്ട് ചെയ്തു. ഈ സെമസ്റ്ററിൽ നീ ജസ്റ്റ് പാസ്സാ. അവിടെ ഇരിക്കണം. സാർ, കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി എന്നാലേ കിതാബ്. പുറത്തേക്ക് പോയിക്കോളൂ. എന്തിനു സാർ? നിനക്ക് വേണ്ടി ലോകമുണ്ടായിരിക്കുന്നു എന്നല്ലേ പറഞ്ഞു. അപ്പൊ പുറത്ത് പോയിക്കോ. താങ്ക് യു Get സാർ. out. പോരുന്നു പോരുന്നു, പൂരം കാണാൻ പോരുന്നു. 0 മാർക്സ്. അവിടെ ഇരിക്കും മോളെ. പ്രൊഫസറെ പ്രൊഫസറെ, പൂരം കാണാൻ പോരുന്നു. അമ്മേ, ഈ വളിച്ച ചേട്ടനെ എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിന്നോടും പഠിക്കാൻ വേണ്ടി പറയല്ലേ? നീ പഠിക്കുന്നുണ്ടോ? അച്ഛാ, പഠിപ്പിനും ടിഫിനും എന്ത് ബന്ധം ഉള്ളത്? അമേരിക്കക്കും ട്രംപിനുമുള്ള ബന്ധമുണ്ട്. നീ നിന്റെ ലൈഫ് വേസ്റ്റ് ചെയ്യടാ. ഈശ്വര, ഇങ്ങനെ കഴിക്കുമ്പോഴും കൂടി എന്തിനാ വഴക്ക് പറയുന്നേ? അവനെ വിട്ടേക്ക്, ഒന്ന് സമാധാനത്തോടെ കഴിക്കട്ടെ. നീ കഴിച്ച മതി. കയ്യില് ബൈക്ക് പിടിച്ചോണ്ട് പോയാൽ മാത്രം പോരാ, ആ കയ്യിൽ പുസ്തകം കൊണ്ടുപോയാലും നീ ഓരോ വർഷവും ജയിക്കും. ഇന്ന് രാവിലെ തന്നെ ക്ലാസ് തുടങ്ങിയെന്ന് തോന്നുന്നു. ഹായ് അങ്കിൾ. നോക്കേ, നീ 10th പഠിക്കുമ്പോ ഈ പെണ്ണ് 7th ആയിരുന്നു. ഇപ്പോഴോ സെയിം, രണ്ടുപേരും എഞ്ചിനീയറിംഗ്. എന്തിനാ വന്നേ? എന്താ വീണ്ടും വഴക്കാണോ? ഇതിവിടെ സാധാരണ നടക്കുന്ന. ഇവൻ ചീത്ത കേട്ട് തീരുന്നതിന് മുമ്പ് ഇത് നീ കഴിക്കേ. അയ്യോ വേണ്ട ആന്റി, ഞാൻ വരുമ്പോ കഴിച്ചിട്ടാ വന്ന്. വഴക്ക് കേൾപ്പിക്കാനോ? അല്ല, ടിഫിൻ. ഞാൻ നിന്നെ പോലെ ഒന്നുമല്ല. ഞാൻ ഇങ്ങനെ വെറുതെ വഴക്ക് കേൾക്കാറില്ല. നിന്നെ വഴക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് ആരും വഴക്ക് പറയാത്തെ. മോനെ, അട തരട്ടെ. വേണ്ട, മതിയമ്മേ. കൊടുക്കണ്ട ആന്റി. ഇവനൊക്കെ വഴക്ക് കേൾക്കുന്നേ ശരി. ഞാൻ ഓൾറെഡി ഇവിടെ വഴക്ക് കേട്ടോണ്ടിരിക്കുമ്പോ സൂക്ഷിക്കാൻ വരുന്നോ? നിന്നെ ഉണ്ടല്ലോ ഞാൻ. പുല്ലാങ്കുഴൽ കൊടുത്ത മൂങ്കിൾകളെ എങ്കൾ പുരുഷോത്തമൻ പുകൾ പാടുങ്ങളെ. എന്റെ നാരായണ കൃഷ്ണ, ഇത്ര ബുദ്ധിമുട്ട് ഞാൻ പാടിയിട്ടും നിനക്ക് എന്റെ വോയിസ് കേട്ടിട്ടില്ല എന്നാ തോന്നുന്നേ. എന്റെ കുടുംബത്തിന് എനിക്ക് താ. നീ എനിക്ക് ദർശനം തരുന്നുണ്ടോ അതോ ഞാൻ ചത്ത് നിനക്ക് ദർശനം തരണോ? ഇതാ നോക്കിക്കോ, ഞാൻ വന്നുകൊണ്ടിരിക്കണ. ഭക്ത ഒന്ന് നിൽക്ക്, ഞാനിതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നീ മരിച്ചിട്ട് എന്നെ സെല്ലിൽ അടയ്ക്കാമെന്ന് വിചാരിച്ചു അല്ലേ ഭക്ത? ആരാടാ നീ? ഏതോ ഒരു നാടക കമ്പനിയിൽ നിന്ന് ഡ്രസ് ഇട്ട് വന്നിട്ട് നീ കൃഷ്ണ എന്ന് പറഞ്ഞ് നടക്ക. ഞാൻ നാടക കമ്പനിയിൽ നിന്ന് വന്ന കൃഷ്ണനല്ല, ഭാമ കൃഷ്ണനാണ്. ആ പരമാത്മാവാണ്. എന്താ തമാശയാണ്? ഈ തമാശ എടുത്തിട്ട് ഫേസ്ബുക്കിലും ട്വിറ്ററിലൊക്കെ പോയിട്. എന്നാ ജനങ്ങൾ കണ്ട് ചിരിക്കാൻ നോക്കും. ഭക്ത, നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ നിറവേറ്റുന്നതായിരിക്കും. നീയോ? എന്റെ ആഗ്രഹങ്ങളൊക്കെ നീ എങ്ങനെ നിറവേറ്റാനാ? ശരിക്കുള്ള കൃഷ്ണൻ എങ്ങനെ ഉണ്ടാവുന്ന അറിയോ? അങ്ങോട്ട് നോക്ക്, അതുപോലെ ഉണ്ടാവും. കൃഷ്ണൻ എന്ന് വെച്ചാ അങ്ങനെയാ. ദ ഗ്രേറ്റ് NTR. നമസ്കാരമുണ്ട്. കൃഷ്ണൻ എന്ന് വെച്ചാ അവരാണ് ലോകജ്ഞാനി, അഭിനയത്തിന്റെ ചക്രവർത്തി, ഡോക്ടർ NT രാമറാവ്. കൃഷ്ണൻ തെറ്റാണ് ഭക്ത, അത് വേഷമാണ്. അപ്പൊ നീ കൊള്ളൂല, മോശ, കള്ള കൃഷ്ണനാ. തലയിൽ ഗോൾഡ് കവറിങ് കിരീടം വെച്ചിട്ട് കയ്യിൽ വലിയൊരു പുല്ലാങ്കുഴലും വെച്ചാ നീ കൃഷ്ണനാവോ? നിന്റെ വേഷമൊക്കെ ഞാൻ വലിച്ചു കീറും. നീ ആരാണെന്ന് പോലീസ് ഡിസൈഡ് ചെയ്യും. നിക്കാം. ഹലോ, ഫയർ സ്റ്റേഷൻ. സോറി, പോലീസ് സ്റ്റേഷൻ. എന്റെ മൊബൈല്. കൃഷ്ണ, ക്ഷമിക്കൂ കൃഷ്ണ, എന്നോട് ക്ഷമിക്കൂ കൃഷ്ണ. ഭക്ത, നിന്റെ ആഗ്രഹങ്ങൾ എന്താണ്? എന്റെ പേര് കുടുംബം. എന്നാൽ എനിക്ക് കുടുംബമില്ല. നല്ല കുടുംബം, ഗൗരവമുള്ള കുടുംബം, ഒരൊറ്റ കുടുംബം, കൂട്ടുകുടുംബം. ചെറുപ്പം മുതൽ ഇതൊക്കെ കണ്ട് എനിക്കൊരു കുടുംബം വേണമെന്നുള്ള ആഗ്രഹം വന്നു കൃഷ്ണ. എനിക്ക് അമ്മ, അച്ഛൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ, അനിയത്തി, അനിയൻ, ചേച്ചി, അളിയൻ, കുട്ടികൾ എല്ലാം വേണം കൃഷ്ണ. നീ തന്നേക്ക്, താ, ദയവ് ചെയ്ത് താ. ഭൂമിയിൽ ജനിച്ചവർക്ക് മരണം നിശ്ചയമാണ്, ഇത് പ്രപഞ്ച സത്യമാണ്. അപ്പം മരിച്ചവർക്ക് ജന്മമില്ലെന്ന് നീ തന്നെയല്ലേ കൃഷ്ണ പറഞ്ഞത് എന്നോട്? അയ്യോ, എന്നെ ഇങ്ങനെ കൺഫ്യൂസ് ആക്കരുത് ഭക്ത. മൃതി അടഞ്ഞവരെ എല്ലാവരെയും ഭൂമിയിലേക്ക് കൊണ്ടുവന്നാ പിന്നെ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതൊന്നും എനിക്ക് അറിയില്ല കൃഷ്ണ.
അച്ഛന്റെ സ്നേഹം, മുത്തശ്ശന്റെ വാത്സല്യം, മുതുമുത്തശ്ശന്റെ ആശീർവാദം ഇതൊക്കെ എനിക്ക് വേണം കൃഷ്ണ. അവരെ എല്ലാവരെയും കാണാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് എല്ലാവരും ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട് കൃഷ്ണ. വേണ്ട ഭക്ത, അത്രയധികം പേര് നിന്റെ വീട്ടിലേക്ക് വന്നാലേ നിന്റെ സമാധാനം കാട് കയറി പോവില്ലേ? സമാധാനം ഉണ്ടോ ഇല്ലേ അതൊന്നും നിനക്ക് ആവശ്യമില്ലാത്ത കാര്യം. എന്റെ ആഗ്രഹം സാധിച്ചു തരോ ഇല്ലയോ? ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കത്തി എടുത്തതേ ഇങ്ങനെ കുത്തിയിട്ട് അപ്പൊ തന്നെ മരിക്കും. ഞാൻ പറഞ്ഞാ നീ കേക്കില്ല. ശരി വിട്ടേക്ക്. നിന്റെ കർമ്മം അനുഭവിക്കാനാണ് വിധിയെങ്കിൽ അനുഭവിക്കേ. തഥാസ്തു. ധന്യനായി സ്വാമി. ഗുരുവായൂരപ്പ കൃഷ്ണ ഗോവിന്ദ. മറഞ്ഞു പോയോ കൃഷ്ണ? എന്റെ ഗുരുവായൂരപ്പ. നീ ഇങ്ങനെ പറയുന്നത് ശരിയല്ലാട്ടാ. നമ്മുടെ നാടിപ്പോ എത്ര വലിയ കടക്കണിയിലാന്നറിയോ? അതിലാർക്കും വിഷമില്ല. ഞാൻ ബീർ ചോദിച്ചാലോ വിഷമം. മിണ്ടായിരിടാ. ആ കിട്ടി. ഓക്കെ. ഔട്ട് ഓഫ് സർവീസ്. പഴയ കടം തീർക്കുന്നത് വരയ്ക്കും പുതിയ കടമില്ല. ബോർഡാ ഫുൾ. മൈ നെയിം ഈസ് അപ്പു. നീ ഒരു കോപ്പ്. എനിക്ക് മറ്റൊരു ATM കൂടി ഉണ്ട്. ATM-ൽ 2000 rupees ഇല്ലേ? 500 നോട്ടുകൾ മാത്രമേ കാണുന്നുള്ളൂ. നിന്റെ മോന്തയ്ക്ക് ഇത് മതി. താങ്ക് യു ഫോർ അപ്രിസിയേഷൻ. ജഗൻ, ക്യാഷ് ആൻഡ് ക്യാരി. ഗിവ് മീ എ 5 beer. അല്ല, സൈഡ് ഡിഷ് എന്തെങ്കിലും പറയുന്നു? ആ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. നാളെ സെമസ്റ്റർ റിസൾട്ട് ആണ് കേട്ടോ. ശരി. അതിനുവേണ്ടി എല്ലാവരും ബിയർ പറഞ്ഞിരിക്കുന്നത്. അത് correct. എടാ നീ ഒരു കിഴങ്ങനാ, എന്നിട്ട് ഇവർക്ക് കിഴങ്ങ് കറി വെച്ചു കൊടുക്കുന്നോ? ഹേ, ലൈഫിനും എഡ്യൂക്കേഷനും എന്തെങ്കിലും ബന്ധമുണ്ടോ പറ? നീ പറഞ്ഞാ ശരിയളിയാ. ഏയ് ഥു. എല്ലാവർക്കും എന്റെ നമസ്കാരം. ചേട്ടാ ഓപ്പൺ ചെയ്യട്ടെ? എടാ ഓപ്പൺ ചെയ്യാതെ കുടിക്കാൻ പറ്റുമോ? തീർക്കടാ. ഓ നല്ല കൂളായിട്ടുണ്ട്. ഒന്നും വിട്ടാണ്ടില്ല. അവിടെ നിന്നേ. അല്ല, എല്ലാ വെയിറ്റേഴ്സും ചെവിയിൽ ഇങ്ങനെ പേന വെക്കാറുണ്ടല്ലോ. എന്തിനാ അത്? പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കാതെ അച്ഛനും അമ്മയ്ക്ക് ചെമ്പരത്തിപ്പ് വെച്ചു. അതുകൊണ്ടാ ഞാൻ ചെവിയിൽ പേന വെച്ചോണ്ട് നടക്കുന്നത്. അങ്ങനെ നീ എന്താ പഠിച്ചേ? 10th ചേട്ടാ. പെർഫെക്റ്റ് ജോബാ നീ പഠിച്ചേന്. ഒന്ന് പോടോ. ബാക്കി കൊണ്ടുപോടി. ഇവൻ പഠിച്ചതിന് ഇവൻ ചെയ്യുന്ന ജോലിക്കും ബന്ധമുണ്ട്. അത് മാത്രമല്ല, അടുത്ത വീട്ടിലെ ശ്യാം പഠിച്ചത് MSc ബയോ കെമിസ്ട്രി, പക്ഷെ ചെയ്യുന്നതോ കണ്ടക്ടർ പണി. നമ്മുടെ കിട്ടുവിന്റെ കസിൻ MSc ഇൻഫർമേഷൻ ടെക്നോളജി, പക്ഷെ ബിൽ കളക്ടറാ. പഠിപ്പിനും ജോലിക്കും എന്തെങ്കിലും ബന്ധമുണ്ടാ? പിന്നെ എന്തിനാ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തേ? എന്റെ അച്ഛന്റെ ശല്യം താങ്ങാനാവാതെ ജോയിൻ ചെയ്തതാ. അപ്പൊ ലൈഫിൽ എന്താ ചെയ്യാൻ പോകുന്നേ? ബിസിനസ്. നമ്മള് ബിഗ് ബോസിൽ കരയുന്ന പോലെ എന്തിനാണ് ഇപ്പൊ കരയുന്നത്? സുഭാഷ് സാറ് മരിച്ചുപോയി. അദ്ദേഹത്തെ ഇത്ര ഇഷ്ടാണോ? പിന്നല്ലാതെ നമ്മുടെ കോളേജിൽ കടം തരുന്ന ഒരേ ഒരു സാറങ്ങേരാ. ഗുഡ് മോർണിംഗ് സർ. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നിങ്ങൾക്ക് സെമസ്റ്റർ മാർക്ക് പറയാൻ പോവാണ്. മിത്ര 90%. അപ്പൊ ഡബിൾ പാർട്ടി ഇന്ന്. ഗുഡ്, ക്ലാസ് ടോപ്പർ. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ഹണി, സർ യു ഗോട്ട് 75. താങ്ക് യു സർ. മിസ്റ്റർ നാനി, as usual. 9 കിടക്കുവോ എന്തോ. ചോദിക്കുന്നതിന് നിനക്ക് നാണമുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചോദിക്കുന്നതിൽ എനിക്ക് വളരെ നാണമുണ്ട്. നിന്റെ മാർക്ക് 9. ഇന്ത്യയിൽ വിജയിച്ച എല്ലാവരുടെയും നമ്പർ 9 സാർ. സച്ചിൻ ടെണ്ടുൽക്കർ ഒരെണ്ണം മൈനസ് ചെയ്ത 9. ദ ഗ്രേറ്റ് NTR, അദ്ദേഹത്തിന്റെ ലക്കി നമ്പർ 9 സാർ. അതുകൊണ്ട് എന്റെ ലക്കി നമ്പറും 9 തന്നെയാ. എടാ നാനി, നിനക്ക് കിട്ടിയ മാർക്കിന് ഈ കോളേജിൽ നിനക്ക് സീറ്റ് കിട്ടുന്നത് ഇമ്പോസിബിളാ. പക്ഷേ നിന്റെ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ട് നിനക്ക് ഈ കോളേജിൽ ഞാൻ സീറ്റ് നൽകി. പക്ഷെ നീ എന്താ അവിടെ ചെയ്യുന്ന? വിദ്യ ദദാത് വിനയം. പഠിപ്പ് വിനയം നൽകും. വിനയം ദദാതി പാത്രതാം. വിനയം എന്നത് മനുഷ്യന് മേന്മ നൽകും. രാജ്യത്തിന്റെ നട്ടെല്ല് വ്യവസായികളാണെങ്കിൽ ഡെവലപ്മെന്റിന്റെ നട്ടെല്ല് നിങ്ങളെപ്പോലുള്ള യുവാക്കളാണ്. നിങ്ങളെപ്പോലുള്ള യുവാക്കളെ കൊണ്ട് രാജ്യത്തിന് പുരോഗതി ഉണ്ടാകും. ഡോണ്ട് വേസ്റ്റ് യുവർ പ്രീഷ്യസ് ടൈം. ഗോ ഹെഡ്. താങ്ക് യു സർ. നാനി, ലൈഫിനെ ഒരു തവണെങ്കിലും നീ സീരിയസ് ആയിട്ട് എടുക്കടാ. സീരിയസ് ആയിട്ട് പറയാ. നിനക്ക് എനിക്ക് എന്താ ഡിഫറൻസ്? എനിക്ക് 9 മാർക്കും നിനക്ക് 90 മാർക്കും. അടുത്തുള്ള ഒരേ ഒരു 0യ്ക്ക് വാല്യൂ ഇല്ല ചക്കരെ. ഇതേ മാറ്റർ നീ നിന്റെ അച്ഛനോട് ചെന്ന് പറഞ്ഞാ മതി. എന്റെ മാർക്ക് മാത്രമല്ല, നിനക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് പോലും എന്റെ വീട്ടിൽ വന്ന് പറയല്ലേ. ഭയത്തിനൊന്നും ഒരു കുറവില്ല. ഭയമോ? എനിക്കോ? നെവർ. നിന്റെ അച്ഛന്റെ ഫോണാ, പേടിയില്ല എന്നല്ല പറഞ്ഞ്. പ്ലീസ് പ്ലീസ് പ്ലീസ്, എനിക്ക് കിട്ടിയ മാർക്ക് ദയവീത് വീട്ടിൽ പറഞ്ഞു പോലെ പ്ലീസ്. നീ
എന്നെ ഇങ്ങനെ എത്ര ദിവസത്തേക്കാ ഇനി നുണ പറയിപ്പിക്കുക? ഫ്രണ്ടാണ് മുത്തേ, നീ എന്റെ ഫ്രണ്ട് അല്ലേ, അപ്പൊ നീ എനിക്ക് വേണ്ടി ഇത് ചെയ്തേ പറ്റൂ. വാ പോവാം. ആരാണ്? അച്ഛാ, ഓ മൈ സൺ, ഡാഡി. ആരാണ്? നിന്റെ അമ്മയാടാ ശ്രീ മഹാലക്ഷ്മി. മമ്മി. എടാ എടാ എടാ, ഞാൻ പെറ്റ മകനേ, കടുക് പോലെ ഉണ്ടായിരുന്നവൻ ഇപ്പൊ മല പോലെ വളർന്നല്ലോടാ. ഫാദർ, ഇത് എന്ത് ഭാഷ? നിന്റെ അമ്മയുടെ വീട് കാട്ടാക്കടയല്ലേ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഞാൻ ചെറുപ്പത്തിൽ കണ്ടതല്ല, അതുകൊണ്ടാ ഓർമ്മയില്ലാത്തത്. അച്ഛാ, അമ്മേ, വരൂ, വേഗം വരൂ, അകത്തേക്ക് വരൂ. അതുകൊണ്ടല്ലേ മരിച്ചവര് തിരിച്ചു വന്നിരിക്കുന്നേ. ഇവിടെ ഇരിക്കൂ. ഡാഡി, നിങ്ങൾ ഇവിടെ ഇരിക്കൂ. ഇവിടെ തന്നെ ഇരിക്കൂ. ഞാൻ ഭാഗ്യവാനാണ്. എടാ തല്ലിപ്പൊളി, അന്ന് ഞാൻ ഇട്ടു വെച്ച അച്ചാറ് ഇപ്പോഴും ഭരണിയിലുണ്ടോടാ? അത് പിന്നെ ഭരണിയുണ്ട്, അച്ചാറില്ല കേട്ടോ. ഇത്ര വർഷമായിട്ട് മറന്നിട്ടില്ല അല്ലേ? ആ ഭരണി തന്നെ നമുക്ക് അച്ചാറിടാം. എന്താ പോരെ? ഈശ്വരാ ഗുരുവായൂരപ്പാ, ഇത് കാണുന്നില്ലേ എന്റെ മോനെ എന്നോട് എന്തൊരു താല്പര്യ. ഗുരുവായൂരപ്പാ, കൃഷ്ണ, ഞാൻ എന്തൊരു വലിയ ഭാഗ്യവാനാ. എന്റെ അമ്മേ. അമ്മേ, ഇന്ന് എന്താ അമ്മേ ടിഫൻ? എടാ നാനി, നിനക്ക് ഞാൻ നല്ല ചൂടോടെ 9 ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചോ? 9? എന്തോ പന്തികേടുണ്ടല്ലോ. അമ്മേ, ഗൗരി ചെറിയമ്മ അമ്മയെ വിളിച്ചിരുന്നോ? ഇല്ലടാ, 9 ദിവസമായി നിന്റെ ചെറിയമ്മയോട് സംസാരിച്ചിട്ട്. സംതിങ് ഈസ് റോങ്. എല്ലാ മാസവും കറണ്ട് ബില്ല് 6000 ആവുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം എന്താ ഇത് 9000 ആയിരിക്കുന്നേ? നാനി, 9 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ തിരുപ്പതിയിലേക്ക് പോകാൻ പോവാ. നീ 9 ടിക്കറ്റ് ബുക്ക് ചെയ്യും. 9 എന്തിനാച്ചാ? നമ്മുടെ ഫാമിലി, എന്റെ ഫ്രണ്ടിന്റെ ഫാമിലി, മിത്രയുടെ ഫാമിലിയും ചേർത്ത് 9 പേര്. മനസ്സിലായോ? 9 പേര്. ഈ 9 എന്തുണ്ടെന്ന് വെച്ചാ എന്നെ ടാർഗറ്റ് ചെയ്യുന്നേ? നാനി, ഞാൻ നിന്നെ 9 പ്രാവശ്യം വിളിച്ചിരുന്നു. നീ എന്താ എടുക്കാഞ്ഞേ? എന്താ പറ്റിയേ? ചെയ്തത് ഒരു വട്ടല്ലേ, അതിനെന്തിനാ 9 ആക്കി പറയുന്നേ? മാർക്ക് തന്നെ. നീ ഡാഡിയോട് പറഞ്ഞോ? അതെ, എന്തിനാ പറഞ്ഞേ? ഞാൻ എന്റെ മാർക്ക് പറഞ്ഞപ്പോ നിന്റെ മാർക്കും ചോദിച്ചു. ഓടി രാക്ഷസി. അതേടാ, അവള് രാക്ഷസി തന്നെയാ. അതുകൊണ്ടാണ് 100-ൽ 90 മാർക്ക് വാങ്ങിച്ചിരിക്കുന്നത്. നീ നവഗ്രഹത്തിൽ ഒരുത്തനല്ലേ, അതുകൊണ്ടാ 9 മാർക്ക് വാങ്ങിയ. ഞാൻ എന്ത് ചെയ്യാനാച്ചാ, കഷ്ടപ്പെട്ടിട്ട് തന്നെ ഞാൻ എഴുതി. കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാർക്ക് കിട്ടില്ല. ഇഷ്ടപ്പെട്ട് പഠിക്കണം, ഇഷ്ടപ്പെട്ട് എഴുതണം, എങ്കിലേ മാർക്ക് കിട്ടൂ. എടാ, ആ പെണ്ണിനെ കണ്ട് നീ നാണിക്കണോടാ. അമ്മയെ അടുത്ത തവണ ഞാൻ എല്ലാത്തിലും പാസ്സാവെന്ന് പറഞ്ഞേക്ക്. ആഹാ, നീ എല്ലാ സബ്ജക്റ്റിലും പാസ്സായ തിരുപ്പതിയിലേക്ക് പോയി മൊട്ടയടിക്കാം. ഞാൻ പാസ്സായ അച്ഛൻ എന്തിനാ മുട്ടയടിക്കുന്നേ? മൊട്ട നിന്റെ അച്ഛനല്ലടാ, നിനക്ക. എന്ത് മൊട്ടയടിക്കുക? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എടാ, നിന്റെ ലൈഫ് സ്റ്റൈല് നീ മാറ്റിയില്ലെങ്കിൽ നിന്റെ ഹെയർ സ്റ്റൈല് ഞാൻ മാറ്റും, സൂക്ഷിച്ചോ. എന്തിനടിച്ചിരിക്കുന്നേ? ഫ്യൂച്ചർ മൊട്ട. നീ മൊട്ട അടിച്ച ഉടനെ എനിക്ക് നിന്നോട് ഒരു സെൽഫി എടുക്കണം. സെൽഫി ഒക്കെ ഓക്കെ, പക്ഷെ മൊട്ട നീ അടിച്ചോ? ആ? ഹായ്. നീ ആരാടി? ഓവർ ആവല്ലേട്ടോ. ഒന്ന് മാറ്. ആന്റി, ആന്റി. ആ, എന്താ നാനി, എന്നോട് അച്ചാറിടാൻ പറഞ്ഞിട്ട് 4 ദിവസമായില്ലേ, എന്നിട്ട് ഇപ്പഴാ വരുന്നേ? നിങ്ങളെ കാണാൻ വന്ന ഈ ദ്രോഹിയും കാണേണ്ടി വരുമല്ലോ. അതൊക്കെ പോട്ടെ, ഇവിടെ വെച്ച് എങ്ങനെയാ ആന്റി അഡ്ജസ്റ്റ് ചെയ്യുന്നേ? വായ തുറന്നാ തന്നെ റൂൾസ്, റെഗുലേഷൻസ്, ഓവർ സിസ്റ്റമാറ്റിക്. എന്താടി, വീണ്ടും നിങ്ങൾ തമ്മിൽ വഴക്കാ? ഞാൻ വെറുതെ വഴക്കിട്ടതൊന്നുമല്ല. ഇവൻ എത്ര മാർക്കാ കിട്ടിയെന്നുള്ളത് ചോദിച്ചു നോക്ക്. എന്റെ സെമസ്റ്റർ മാർക്ക് ഇവിടെ വീട്ടിൽ പറഞ്ഞു കൊടുത്തു. അച്ഛനും അമ്മയും എനിക്ക് ഫുൾ ക്ലാസ്. നിനക്ക് ബുദ്ധിയില്ലേടി? അതെന്തിനാ ഇവന്റെ വീട്ടിൽ പറഞ്ഞത്? അമ്മ വെറുതെ ഇരിക്കെ. നീ എന്തിനിപ്പോ ആവശ്യമില്ലാതെ മോളെ, അങ്കിള് ചോദിച്ചതിന് ഞാനിപ്പോ നുണ പറയണോ? അപ്പൊ അവരെങ്ങനെയാടി അറിഞ്ഞേ? ഞാൻ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ അങ്കിൾ അറിയില്ലായിരുന്നു. അറിയില്ലായിരുന്നു. അറിയായിരുന്നു. അടഞ്ഞിട്ടുണ്ടാവില്ല. അറിയാന്ന്. അങ്കിള് മാർക്ക് ലിസ്റ്റ് കണ്ടിട്ടേ എന്നോട് ചോദിച്ചായിരുന്നു. ഹലോ ഹലോ ഹലോ, മതി, ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ വഴക്കിടുന്നത്? അതല്ലടാ, നിങ്ങളെ പോലെ വഴക്കിടുന്നവര് ഈ ലോകത്തിൽ എവിടെയും ഉണ്ടാവില്ല. ഇന്ന് നിങ്ങൾ വഴക്കിടും, നാളെ നിങ്ങൾ രണ്ടാളും ഒന്നാവും. പരസ്പരം പിരിഞ്ഞിരിക്കാൻ രണ്ടാൾക്കും ആവില്ല. എടാ നാനി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ആന്റി? നിങ്ങൾ രണ്ടുപേരും വഴക്കിടാതിരിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരെ പിടിച്ച് കെട്ടിക്കണം. അമ്മേ, കല്യാണോ? ഇവനെയോ? ഇവളെയോ? എന്താ ആന്റി ഇങ്ങനെ പറയുന്നേ? ശരിക്കും ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചിന്ത പോലും ഇല്ല. എന്താ പറഞ്ഞേ? നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സ്നേഹിക്കുന്നില്ലെന്നോ? ആന്റി, അവളെന്ന് വെച്ചാ എനിക്ക് ജീവന, ഞാനെന്ന് വെച്ചാ അവൾക്ക് ജീവന. ബട്ട് ഞങ്ങൾക്കിടയിൽ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ.
എന്താ ആന്റി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ആയിരുന്നൂടെ ആന്റി? ഹാ ആന്റി, പ്രേമിക്കുന്നവർക്ക് പ്രേമം കല്യാണത്തോടെ അവസാനിക്കും. എന്നാ ഫ്രണ്ട്ഷിപ്പിന് അതിനൊരു എൻഡില്ല. ഓൺലി ഡെത്ത് ക്യാൻ ബ്രിങ് എ ഫുൾ സ്റ്റോപ്പ് ബിറ്റ്വീൻ അവർ ഫ്രണ്ട്ഷിപ്പ്. ദയവിധി ഞങ്ങളെ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കാൻ സമ്മതിച്ചാൽ മതി. അതെ അമ്മേ, വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഐ എം സോറി നാനി, ഞാൻ ഏതോ തെറ്റിദ്ധരിച്ചതായിരുന്നു. ഒരു പെണ്ണും ആണും തമ്മിൽ സൗഹൃദം ഉണ്ടാകുമ്പോ അവര് തമ്മിൽ പ്രേമമാണെന്ന് വിചാരിച്ചു പോയി. ഐ എം സോറി. നിങ്ങൾ രണ്ടുപേരും ടൂ ഫ്രണ്ട്സ് അല്ല, ട്രൂ ഫ്രണ്ട്സ്. സത്യം പറഞ്ഞ് എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവണം. ഐ എം പ്രൗഡ് ഓഫ് യു. താങ്ക്സ് ആന്റി. ഏയ് ബ്രെയിൻലെസ്, സിഗ്നൽ നോക്കില്ല നീ. ഇന്ന് നമ്മളെ ട്രിബിൾസാ വന്നിരിക്കുന്നത് അറിയില്ലേ? ഒന്നും മിണ്ടാതിരിക്കടി. പോലീസ്. ഏയ് മുമ്പിൽ നോക്ക്, സിഗ്നൽ വന്നു. വണ്ടി എടുക്കണം. എന്നെ എന്തിനാ നോക്കുന്നേ? പോ. ഏയ് സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. ഒരു തവണ തിരിഞ്ഞു നോക്കടി. ടേൺ ടേൺ. ഹായ്. താങ്ക് യു. എന്തുവാടി? ആക്ച്വലി ആ പെണ്ണ് സ്കൂട്ടിയിൽ കയറി പോകുമ്പോ ടേൺ 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 അങ്ങനെയല്ലേ അതന്നെ പറഞ്ഞിരുന്നു. അപ്പൊ ആ പെണ്ണിങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലേ? അതിനുശേഷം പിന്നെന്താ ഉണ്ടായെന്ന് പറയും. അങ്ങോട്ട് നോക്ക്. ബൈ. ഒരു തവണ തിരിഞ്ഞു നോക്കടി. ടേൺ ടേൺ. ഉഗ്രൻ. നല്ല ഭാവന. എടി പൊട്ടി, കുശലമണി ഇപ്പൊ ജീവനോടെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കടിച്ചു കൊടുക്കായിരുന്നു. അതിനയാൾ ഓക്കെ പറയണ്ടേ? എടാ, മണിരത്നത്തിന്റെ പടത്തിൽ വരുന്ന നായികയുടെ ഇൻട്രഡക്ഷൻ പോലെ നമ്മുടെ കക്ഷി ഒരു ഇൻട്രഡക്ഷൻ കൊടുത്തതിന് ശേഷവും ഹണിയേ നമ്മുടെ നാനിയുടെ ലവ് സെലിബ്രേറ്റ് ചെയ്യണോ വേണ്ടയോ? ചെയ്യണം. എങ്കിൽ ഒരു 5000 രൂപ കടമായിട്ട് താ. എടാ അപ്പോ ഈ കടം വാങ്ങുന്നതല്ലാതെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? മുതലിന് പകരം പലിശയാ പതിവായി കെട്ടിക്കൊണ്ടിരിക്കുന്നത്. മുതൽ എപ്പോഴാ കിട്ടാ? ആക്ച്വലി മുതലും പലിശയും ചേർത്ത് എത്ര ആയെന്ന് പറ. എന്നിട്ട് എത്ര തരാനുണ്ടെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. 2000. അത്രേ ഉള്ള. അതിനിത് മുതലൊന്നല്ല, ഓൺലി ഇൻട്രസ്റ്റ്. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാൻ കടമേടിക്കില്ല. നിന്നെ എങ്ങനെ വിശ്വസിക്കാം? ഇവനാണ് സത്യം. അയ്യോ വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ തന്നേക്കാം. ഒരു മിനിറ്റ്. ആ പൊക്കോ പൊക്കോ. നമ്മളോടാ കളി. എടാ, അങ്ങോട്ട് അയ്യോ, പോകാനാ സന്തോഷം കൊണ്ട് ഇങ്ങോട്ട് എങ്ങോട്ടാ പോ. പോണ്ടെന്ന് അറിഞ്ഞില്ല. ബൈ. ആ പെണ്ണ് ദേവതയെ പോലെ ഉണ്ടായിരുന്നടാ. ലവ്വാ? വൺ സൈഡ് ലവ്, ആ പെണ്ണ് ഓക്കെ എന്നങ്ങാൻ പറഞ്ഞ ടു സൈഡ് ലവ്, പറ്റില്ല എന്ന് പറഞ്ഞ സൂയിസൈഡ് ലവ്. ഇത്രയ്ക്ക് ഓവർ ആക്ഷൻ വേണ്ടടാ. അതൊക്കെ കഴിഞ്ഞുപോയി. ട്രാഫിക്കിൽ മിസ് ചെയ്തവളെ എവിടെ കിട്ടാനാ? ഓരോ അരിയിലും ഓരോരുത്തരുടെ പേര് എഴുതിയിട്ടുണ്ടാവും. ഈ ബീറിന്റെ തുള്ളിയിൽ കുടിക്കുന്നവരുടെ പേരുണ്ടാവും. ഓരോരുത്തരുടെ ഹൃദയത്തിലും പ്രേമിക്കുന്നവരുടെ പേരുണ്ടാവും. വവ്വാ, വവ്വാ. ഇച്ഛേ, പാഠപുസ്തകത്തിലുള്ള ഒരു വാക്കെങ്കിലും നിന്റെ വായിൽ വരോടാ. എന്നാ ബീറ് കുടിച്ചാൽ വാക്കുകൾ എങ്ങനെ കവിതയായി വന്നുകൊണ്ടിരിക്കും. ഓ എന്റെ അമ്മോ, എടുത്തോടാ. ഈ ഒരു ലവ് ഫീലിംഗ് സഹിക്കാൻ വയ്യ. ആന്റി, എന്താ അങ്കിൾ എന്താ ഇത്ര സീരിയസ് ആയിരിക്കുന്നത്? അപ്പോ അവന്റെ സ്ഥിതി എന്താവെന്നറിയോ? പാവം ചെല്ലക്കുട്ടിയല്ലേ? പാവം എന്റെ ഭർത്താവ്. ആന്റി, തേങ്ങ ചമ്മന്തി അരയ്ക്കാൻ പറ്റുമോ? ഈ ടെൻഷനില് അതാണ് ഇപ്പൊ പ്രധാനം. ഞാൻ പറയുന്ന കേക്ക്.
എവിടുന്ന് വരുന്നു എന്ന് ഞാൻ ചോദിക്കില്ല. കാരണം നീ എവിടുന്നാ വരുന്നതെന്ന് എനിക്ക് അറിയാം. എത്ര ബിയർ കുടിച്ചടാ? ബീറോ? ഞാൻ ക്ഷേത്രത്തിൽ പോയതാ, ശിവക്ഷേത്രത്തിൽ. ക്ഷേത്രത്തിൽ പോയി വരുന്നവൻ ഇങ്ങനെ ആടിക്കളിക്കില്ല. കുടിച്ചിട്ട് വരുന്നവനെ അസംബന്ധം പറയൂ. കയ്യിൽ എന്താടാ ചിരട്ട? നിന്റെ ഫ്യൂച്ചറാണോ? ഇതിനൊക്കെ ഞാനിപ്പോ എന്താ പറയാ? ഇവരുടെ ഫ്യൂച്ചർ. നോക്കുമോളെ, അവൻ നെറ്റിയിൽ ഭസ്മം പൂശിയിട്ടുണ്ട്. പക്ഷേ നിന്റെ കയ്യിലുള്ള ഭസ്മം തുടയ്ക്കാൻ മറന്നുവല്ലേ? നാനി, നീ ബിയർ കുടിച്ചു വന്നതിൽ എനിക്ക് വിഷമമില്ലടാ. നീ പ്രയാസപ്പെട്ട് പഠിച്ച് പാസ്സായി പാർട്ടി നൽകിയാൽ ആ പാർട്ടിയിൽ നീ കുടിച്ചു വന്നിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ. നോക്കുമിത്ര, നീയാണ് ഇവനെ വഷളാക്കുന്നത്. തെറ്റ് മറയ്ക്കുന്നു. മറയ്ക്കുന്നതിനേക്കാളും ഇവനെ നന്നാക്ക്. അപ്പൊ ഞാനും സന്തോഷിക്കും. നിന്നെ കവർ ചെയ്യാൻ ചെന്നിട്ട് അങ്കിളിന്റെ അടുത്ത് ഞാൻ കുടുങ്ങിപ്പോയി. മതിയായി എനിക്ക്. നോബഡി ക്യാൻ ചേഞ്ച് യു. ഗുഡ് നൈറ്റ്. പിടിക്ക്. ബെറ്റർ ഫുൾ ടൈറ്റ്. എന്റെ അച്ഛന്റെ ചീത്ത കേട്ട് ഞാൻ മൂഡ് ഓഫ് ആയി. 9 മാർക്ക് എടുത്ത ചീത്ത പറയാതെ പിന്നെ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? എനിക്ക് പറ്റാഞ്ഞിട്ടല്ലേ? എങ്ങനെ പറ്റാനാ? ഇപ്പൊ നിന്റെ തലയ്ക്കകത്ത് വേറെ എന്തൊക്കെയോ ആണല്ലോ. എന്തോ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന പോലെ ഉണ്ടല്ലോ. ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹണി പറഞ്ഞോ? ആരാ പെണ്ണ്? അന്നൊരു ദിവസം ട്രാഫിക്കിൽ വെച്ച് കണ്ട. ടോപ്പിക്ക് വിട്. നീ ആ പെണ്ണിനെ വിട്. അപ്പൊ ഞാൻ ടോപ്പിക്ക് വിടാം. പറയാൻ ആ പെണ്ണ് ആരാന്ന് എനിക്ക് അറിയണ്ടേ? ഞാൻ ഒരു വട്ടേ കണ്ടിട്ടുള്ളൂ. ആ പെണ്ണ എന്തേ കാണിക്കുന്നേ? എങ്ങോട്ടാ പോകുന്നേ? നമ്മൾ എവിടെയെങ്കിലും ഇടിച്ച് താഴെ വീഴും. യെസ്, അവളും നമ്മുടെ കോളേജിലാ. ന്യൂ അഡ്മിഷൻ ആണെന്ന് തോന്നുന്നു. ഓരോരുത്തരുടെ ഹാർട്ടിലും ഉണ്ട് പ്രേമിക്കാൻ പോകുന്ന പെണ്ണിന്റെ പേര്. നിനക്കെന്താ വട്ടാണോ? എന്തിനാ? നീ എന്താ ചെയ്യുന്ന പോലെ ബോധം? ഞാനെന്ത് ചെയ്യാനാ? ലവ് ചെയ്യുന്നു. മണ്ണം കെട്ടി ലവ്. റോങ് റൂട്ടില്. എന്തിനാ അത്ര സ്പീഡ് എടുത്ത്? എവിടെയെങ്കിലും ചെന്ന് ഇടിച്ച് ചത്തുപോയാലോ? ഇങ്ങനെ ഒരു സുന്ദരിക്ക് വേണ്ടി ചത്തുപോയാലും കുഴപ്പമില്ലെന്നേ. നിനക്ക് ചാകണമെങ്കിൽ ചാവ്. ഞാൻ എങ്ങനെ മരിച്ചിരുന്നെങ്കിലോ? അതായിരുന്നു എന്റെ ടെൻഷൻ. സോറി. സംസാരിച്ചത് മതി. വാ, ക്ലാസ്സിലേക്ക് പോവാം. നീ ക്ലാസ്സിലേക്ക് പൊക്കോ. എനിക്ക് ഇച്ചിരി പണികളുണ്ട്. ഓ, ആരാണ്? അച്ഛാ, ഇങ്ങോട്ട് വരൂ. ആരോടെ വന്നിരിക്കുന്നു? മൈ ഡിയർ സൺ, ഇതാ വരുന്നു. അയ്യോ എന്റെ അച്ഛൻ, അയ്യോ എന്റെ അമ്മ. അയ്യോ മുത്തശ്ശ, നിങ്ങൾ വന്നോ? എടാ തല്ലിപ്പൊളി, ഞാൻ ചാകുന്നതിന് മുമ്പ് തന്നെ എന്റെ ശബ്ദം നിലപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആക്ഷൻ കാണിക്കുമ്പോൾ നിനക്ക് മനസ്സിലാകാതെ പോയത്. വന്നത് അച്ഛന് പണിഞ്ഞു. എടാ, ആ പിച്ചപ്പെരുമാളെ നമ്മുടെ സ്ഥലത്താണ് വേലി കിട്ടിയത്. ആ വേലി പൊളിക്കോ ഇല്ലയോ? വേലി എടുത്താൽ ഞങ്ങൾ അങ്ങോട്ട് വരാം, ഇല്ലെങ്കിൽ ശാപം തന്നിട്ട് ഞങ്ങൾ രണ്ടെണ്ണം അങ്ങോട്ട് പോകും. അയ്യോ എന്റെ മുത്തശ്ശ, ആദ്യം ഒന്ന് അകത്തേക്ക് വാ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാന്നേ. ഒന്ന് അകത്തേക്ക് വരൂ. ഇവൻ മര്യാദ ഉള്ളവരാന്ന് തോന്നുന്നു. വരൂ വരൂ മുത്തശ്ശ, എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ. എടാ തല്ലിപ്പൊളി, നീ എന്താ നോക്കി നിൽക്കുന്നു? പോടാങ്ങോട്ട്. മുത്തശ്ശ, മുത്തശ്ശി, വരൂ വരൂ, അകത്തേക്ക് വരൂ. സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം, എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിച്ചിട്ട് നീ പാടടി. മുത്തശ്ശ എവിടെ ഇരിക്ക? മുത്തശ്ശി നിങ്ങൾ എവിടെ ഇരിക്ക? ഇതിങ്ങോട്ട് താ. അതെ, നമ്മള് മരിച്ച ശേഷം ജനിച്ചവനാ ഇവൻ. ശരിക്കും മുത്തശ്ശനെ പോലെയുണ്ട്. മുത്തശ്ശനും കറുത്തിട്ട, നീയും കറുത്തിട്ട. അതെ, ഭയങ്കര കളറല്ലേ? അല്ല മുത്തശ്ശ, നിങ്ങൾ സംസാരിക്കുന്ന ഭാഷയും മുത്തശ്ശി സംസാരിക്കുന്ന ഭാഷയും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞു തരാം. ഇദ്ദേഹം തൃശ്ശൂരിൽ നിന്നാ, ഞാൻ കോയമ്പത്തൂരിൽ.
നിന്റെ മുത്തശ്ശൻ ബിസിനസിന് കോയമ്പത്തൂരിലേക്ക് വന്നു. അവിടെ വെച്ച് എന്നെ കണ്ട് ദിവസവും എന്നോട് സംസാരിച്ച് എന്റെ അച്ഛനെയും പറ്റിച്ച് എന്നെ ഇദ്ദേഹം കല്യാണം കഴിച്ചു. എന്നെ നോക്കി കണ്ണടിച്ച് എന്നെ മയക്കി അവളുടെ വലയിൽ വീഴ്ത്തി കളഞ്ഞു. ഈ വയസ്സിൽ എന്റെ പേരക്കുട്ടിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേണം. ഈ പ്രായത്തിൽ ഇവനോടല്ലാതെ നമ്മൾ വേറെ ആരോടാ പറയാ? എന്തിനാടാ മോനെ ഈ കുരുത്തം കെട്ടവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അഞ്ജലിയെ സാവിത്രിനെ ഒരു കുത്തു തന്നാ വീണ്ടും ചത്തുപോകും. പേരക്കുട്ടി സ്വർഗത്തിൽ നിന്ന് നടന്നു വന്ന് കാല് വല്ലാണ്ട് ഒളിക്കടാ. ഇതാ വരുന്നു മുത്തശ്ശ, എനിക്കല്ലാതെ വേറെ എന്താ? അപ്പോ നിന്നെ നിങ്ങളായിരുന്നോ? അതെ, ഞാൻ തന്നെയാ. അന്ന് നിങ്ങൾ എന്റെ വണ്ടി കയറിയില്ലേ, അതാ ഇന്ന് ഞാൻ നിങ്ങളുടെ വണ്ടി കയറിയത്. ഹായ്, ഐ എം നാനി. ഹായ്, ഐ എം അവന്തിക. നൈസ് മീറ്റിംഗ് യു. അന്ന് ഞങ്ങൾ ട്രിപ്പിൾസാ പോയത്. അതാ അന്ന് നിങ്ങളുടെ ബൈക്കിൽ വന്ന് കയറിയത്. അതിരിക്കട്ടെ, നിങ്ങളും ഈ കോളേജാണോ? അതെ, ഇതേ കോളേജ് തന്നെയാ. ഓക്കേ, ലെറ്റ്സ് ഗോ. യാ. These are my friends. Honey, ഹായ്. ഹായ്. Kittu, ഹായ്. ഹായ്, ഹലോ. Appu, ഇത് മിത്ര. ഹായ്, അവന്തിക. ലെറ്റ്സ് ഗോ ടു ദ ക്ലാസ്. ക്ലാസ്സിലേക്ക് എന്നും പോകുന്നല്ലേ, ക്യാരിലേക്ക് പോകുന്ന വെറൈറ്റി. ഇവിടെ നമ്മുടെ കോളേജിൽ ജോയിൻ ചെയ്തതിന് എന്റെ വക ട്രീറ്റ്. You treat now? Yeah. Let's go right. ഇന്നാണ് ഫസ്റ്റ് ടച്ച്. എങ്ങനെയെങ്കിലും ഒന്ന് മുട്ടണം. ഇതിരിക്കട്ടെ. താങ്ക് യു. എന്തു വേണം? ഒന്നുമില്ല. അവന്തിക വന്ന് ഏത് ബുക്ക് ചോദിച്ചാലും നിങ്ങൾ ഇല്ല എന്ന് മാത്രമേ പറയാവൂ. സ്റ്റുഡൻസ് ബുക്ക് തന്നിട്ടില്ലെന്ന് പറയണം. ഓക്കെ ഓക്കെ. ആ, എന്താ മോളെ വേണ്ടത്? സർ, ഐ നീഡ് തെർമോഡൈനമിക്സ്. തെർമോഡൈനാമിക്സ് വേറെ ആള് കൊണ്ടുപോയി. സർ, ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഓ, അതും ഇല്ല മോളെ, വേറെ ആരോ കൊണ്ടുപോയി. ആ, കോളേജ് വളരെ നന്നായിരിക്കുന്നു. നല്ല ഫ്രണ്ട്സും കിട്ടിയിട്ടുണ്ട്. സെമസ്റ്റർ എക്സാം ഇപ്പൊ തുടങ്ങാൻ പോവാ. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഹായ്. ഹേയ് നാനി, എനിക്ക് ആവശ്യമുള്ള 2 ബുക്സും ലൈബ്രറിയിൽ ഇല്ല. തെർമോഡൈനമിക്സ് ആൻഡ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. ആ ബുക്കല്ലേ, അത് എന്റെ കയ്യിലുണ്ട്. എത്ര ദിവസം വേണമെങ്കിൽ വെച്ചോ. അതെയോ? താങ്ക് യു സോ മച്ച്. ജസ്റ്റ് മിസ്സായി. ഹായ് അവന്തിക. ഹായ്. ഇന്നലെ എന്റെ ഫ്രണ്ട് ആ 2 ബുക്ക് എനിക്ക് തന്നു. അതെയോ? എനിവേ, താങ്ക്സ് നാനി. എക്സാം വളരെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കേൾക്കണം. ഈ ചാപ്റ്റർ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പെർസെന്റേജ് കുറയും. ശരി, വരൂ നമുക്കിപ്പോ ചാപ്റ്ററിനകത്തേക്ക് പോവാം. തെർമോഡൈനാമിക്സ് അപ്ലൈസ് ടു വൈൽഡ് വെറൈറ്റി ഓഫ് ടോപ്പിക്സ്. ഫാമിലി മാൻ, നിന്നെ കയ്യിലെടുത്ത് ഈ സെക്ഷനിലേക്ക് ഞാൻ മാറിക്കോളാം. ആ, പ്രാക്ടീസ് ചെയ്യൂ. നോ ബ്രേക്ക്. നന്നായി പ്രാക്ടീസ് ചെയ്തോളൂ. ഓക്കെ സർ. സർ സർ ഗുഡ് മോർണിംഗ് സർ. ആ, എടാ നാനി, എല്ലാവരും നിന്നെ 9 നാനി വിളിക്കുന്നു. എന്താ 90 നാനി വിളിക്കണ്ടേ നിന്നെ? സർ, ആ, എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്താ മോനെ? ഇത് വലിയ കുടുംബം സർ. എല്ലാവരും മനസ്സിലുള്ളതൊക്കെ പറഞ്ഞ് കൂർക്കം വലിച്ച് ഉറങ്ങുമ്പോഴേക്കും സമയം 12 ആകുന്നു. പിന്നെ എങ്ങനെ പഠിക്കാനാ സാറേ? ഞാൻ ബി സെക്ഷനുമാണ്. നല്ല ലെക്ചറേഴ്സ് ഒക്കെ എ സെക്ഷനിലല്ലേ ഉള്ളത്. ഞാൻ നിങ്ങളുടെ സെക്ഷനിലേക്ക് വന്നോട്ടെ? കൂട്ടുകുടുംബം പറഞ്ഞ് നീ എന്റെ മനസ്സിൽ കയറി ഇരുന്നു മോനെ. സർ, എങ്ങനെയെങ്കിലും എന്നെ എ സെക്ഷനിലേക്ക് മാറ്റൂ സർ. എന്തിനാണ്? ബിക്കോസ് അത് അങ്ങുള്ള സെക്ഷനല്ലേ സർ, അങ്ങക്ക് വേണ്ടി മാത്രം. മൈ സെക്ഷൻ. ഇത് പിടിക്കാ.
ഓക്കെ ബി സെക്ഷനിൽ ഇരുന്ന് എ സെക്ഷൻ അത്രയല്ലേ ഉള്ളൂ. ഹലോ, നമ്പർ 9 നാനീനെ ബി സെക്ഷനിൽ നിന്ന് എ സെക്ഷനിലേക്ക് മാറ്റ്. ഓക്കേ താങ്ക് യു. അപ്പോ ആ എ സെക്ഷനിലുള്ള അവന്തികനെ ബി സെക്ഷനിലേക്ക് മാറ്റിയേക്ക്. എന്താ ചെയ്യേ? നീ പറഞ്ഞല്ലേ ചെയ്ത്? വേണ്ട സർ, വേണ്ട സർ, പ്ലീസ് സർ, പ്ലീസ് സർ. എടാ, ഞാനും നിന്റെ ഈ പ്രായത്തിൽ ഇതൊക്കെ കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ, മനസ്സിലായോ? ഞാനും നിന്നെ വാച്ച് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്തെ ജനലിൽ കൂടെ വന്ന് നോക്കുന്നു, ഇപ്പുറത്തെ ജനലിൽ കൂടെ വന്ന് നോക്കുന്നു. എടാ, ഇതുപോലത്തെ കളികളൊന്നും ഇവിടെ വേണ്ട കേട്ടോ. യു നോ വാട്ട് ഈസ് ലവ്? ലവ് മീൻസ് ലോസ് ഓഫ് വാല്യുബിൾ എഡ്യൂക്കേഷൻ. വാല്യുബിൾ എഡ്യൂക്കേഷൻ, ദാറ്റ് ഈസ് ലവ്. വേഗം പോ, ക്ലാസ് റൂമിലേക്ക് പോ. പോ പോ പോ. തല്ലിപ്പൊളി എന്റെ പ്ലാൻ തകർത്തല്ലോ. വെറുതെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക എന്നെ മെനക്കെടുത്താൻ. ഹലോ, പറയടാ, ഏർജന്റ് ആണോ? എന്താ വീക്കെൻഡിന് പ്ലാൻ ചെയ്യാന്നോ? ദേ ഇപ്പൊ വരടാ. എടാ, ഫോൺ ചെയ്തത് ഞാൻ തന്നെയാ. നീ ആരോടാ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത്? നിന്റെ ലവ് മാറ്റർ എന്തായി? ഇതല്ലാതെ വേറെ ഒന്നും നീ സംസാരിക്കില്ലേ? സംസാരിക്കില്ല. ഞാൻ ഇതിനെ കുറിച്ചേ സംസാരിക്കൂ. അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടാന്ന്. നീ എങ്ങനെയെങ്കിലും ഒന്ന് പറയടേ. അവൾക്ക് നിന്നെ ഇഷ്ടമുണ്ട്. കോൺസെൻട്രേഷൻ ചെയ്താൽ അവള് വീഴാൻ ചാൻസ് ഉണ്ട്. എവിടെ? കിണറ്റിലോ? ഒന്ന് വെറുതെ ഇരിടാ. ആ കോൺസെൻട്രേഷനെ സ്റ്റഡീസിൽ കാണിക്കാലോ. ആക്ച്വലി ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ടേസ്റ്റ് വേറെയാ. ചീപ്പ് ചെത്തുകളൊന്നും വില പോകില്ല. ഫുൾ തള്ളുള്ള സംഭവം വേണം. അങ്ങനെ സീനൊന്നും ഇല്ലെന്നേ. വീഴ്ത്തുന്നവന്റെ ടാലന്റ് അനുസരിച്ചിരിക്കും. എന്റെ അമ്മോ, നിന്റെ ടാലന്റിനെ കുറിച്ച് എനിക്കറിയാലോ. നിന്നെ ഇന്നോ ഇന്നലെയല്ല, ചെറുപ്പം മുതലേ ഞാൻ നിന്നെ കാണുന്നതാ. നീ എന്റെ ഫ്രണ്ടാടാ. നീ അത്രയും വലിയ ഫ്രണ്ട് ആണെങ്കിലേ എന്റെ പ്രേമത്തിന് സപ്പോർട്ട് ചെയ്തൂടെ? സോറി, ഈ ലവിൽ വീണാലേ ലൈഫ് സ്പോയിൽ ആവുന്നുള്ളത് ഉറപ്പാ. ഓക്കേടി, ഇന്ന് തൊട്ട് ഞാൻ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നിന്റെ വായിന്ന് അത് വിട്ടേക്കാന്നുള്ള വാക്ക് വരുന്നില്ലല്ലോ. ശരി, എന്നാ ഞാൻ ലവ് വിട്ടേക്കാം. എവിടെ? ഹാർട്ടില് കൈവച്ച് പറ. ഹാർട്ട് കൈവച്ച് പറയാനോ? അവൾ ഓൾറെഡി ഇവിടെ ലാൻഡ് ആയി കഴിഞ്ഞു. ഈ ജന്മത്തെ നീ മാറാൻ പോകുന്നില്ല. എന്റെ ദൈവമേ, സെമിസ്റ്റർ എക്സാം ആണെങ്കിൽ അടുത്തെത്തി. തെർമോഡൈനമിക്സ് ആൻഡ് ഫ്ലൂയിഡ് മെക്കാനിക്സ്, ആ 2 സബ്ജക്റ്റിൽ ഞാൻ വളരെ വീക്കാ. ആ സബ്ജക്ട്സിൽ ആ കോളേജ് ലെക്ചറേഴ്സ് വീക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കോളേജിൽ ചേർന്നത്. ഇവിടെ അതേ സ്ഥിതി തന്നെ. ആ സബ്ജക്ട്സ് വളരെ ഈസിയാ. അതിൽ ഞാനാ ക്ലാസ് ടോപ്പ്. പഠിപ്പിക്കാമോ? ഓ, താങ്ക് യു സോ മച്ച്. നീ നാളെ മുതൽ എന്റെ വീട്ടിലേക്ക് വരാമോ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി? അല്ലെങ്കിൽ നിന്റെ വീട്ടിലായാലും മതി. എന്തിനാ ചിരിക്കുന്നേ? ഇറ്റ്സ് നോട്ട് എ ജോക്ക്, ഇറ്റ്സ് സീരിയസ്. എന്താണ് നാളെ മുതലേ കോമ്പിനേഷൻ? കമ്പൈൻ സ്റ്റഡീസ് ചെയ്യുന്ന പറയാൻ വന്നയാ. നാളെ വേണ്ട, 2 days കഴിഞ്ഞ് പ്ലാൻ ചെയ്യാം. കമ്പൈൻ സ്റ്റഡി ആടാ, കമ്പൈൻ സ്റ്റഡി. ആ പെണ്ണ് തല കുത്തി മറിഞ്ഞാലും 30 മാർക്കേ കിട്ടാൻ പോകുന്നുള്ളൂ. അപ്പൊ പിന്നെ ഈ കിഴങ്ങന്റെ കൂടെ പഠിച്ചാ അവൾ കൃത്യം 3 മാർക്ക് വാങ്ങിക്കോളും. എന്നിട്ട് ഇവൻ ബീർ വാങ്ങി ശോകഗാനം പാടും. അവരെ നമുക്ക് പിന്നെ കളിയാക്കാന്നേ. ആദ്യം നിങ്ങൾ എന്തെങ്കിലും ആലോചിക്ക്. ഇതിൽ ആലോചിക്കാനിപ്പോ എന്താ ഉള്ളത്? നാളെ കഴിഞ്ഞുള്ള കമ്പൈൻ സ്റ്റഡി തന്നെ അവന്റെ ലക്ഷണം നമുക്ക് പിടികിട്ടും. ഈ വൃത്തികെട്ടവൻ സൈറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് അവൾക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ആളെ ഭദ്ര സിനിമയിലെ വിജയ് പോലെയാ, ശരിക്ക് കുടുങ്ങാൻ പോകുന്നു. എടാ അളിയാ, ഭദ്ര സിനിമയിൽ വിജയുടെ ലവ് സക്സസ് ആടാ. ഒത്തിരി ആലോചിക്കണ്ട. മറ്റന്നാ തൊട്ട് കമ്പൈൻ സ്റ്റഡീസിന് അവള് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിരിക്കുക. നിന്റെ കഥ തീർന്നു. അവളെ വീഴ്ത്താൻ അത് മതി എനിക്ക്. അവളോട് അടുക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നീ സ്റ്റഡീസിനോട് അടുക്കുന്നുള്ളത് ഉറപ്പാ. എനിക്ക് അത് മതി. താങ്ക് യു. ഇവളുടെ അടുത്ത് പോസിറ്റീവ് തിങ്സ് പഠിക്കാൻ നോക്കടാ. തരുവാണെങ്കിൽ പഠിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ. നെഗറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ പഠിക്കറ്റ് പോലും കയറാൻ പറ്റില്ല. പക്ഷെ പോസിറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ എത്ര വലിയ മലയാണെങ്കിലും ചാടി ചാടി ഈസി ആയിട്ട് കയറാടാ. ഓക്കെ, കമ്പൈൻ സ്റ്റഡീസിന് പ്രിപ്പയർ ആവാൻ പോവാ. ബൈ 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 ബൈ. പഠിക്കട്ടെ മല, എന്തൊക്കെയാ നീ പറയുന്നത്? This moment will change his life.
എന്താടി ഇങ്ങനെ നോക്കുന്നത്? അവൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അവൻ ഇത്ര ദിവസം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് 2 മടങ്ങ് സന്തോഷം തരുന്നു. കാവേരി, എന്തെങ്ങനെയാണെങ്കിലും ചീത്തയായവൻ നന്നായാല് ആ സന്തോഷം ഒന്ന് വേറെയാണ്. അവൻ പഠിക്കട്ടെ, നീ ഡിസ്റ്റർബ് ചെയ്യണ്ട. വാ. തെർമോഡൈനാമിക്സിനെ കുറിച്ച് നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സെമസ്റ്ററിൽ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സർ, ഒരു ചെറിയ ഡൗട്ടേ. തെർമോഡൈനാമിക്സിലെ ഈ ചാപ്റ്ററിൽ ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. ഇപ്പൊ സമയം കൊണ്ട് എന്റെ ജീവൻ പോയേനെ. പതുക്കെ കൊണ്ടുപോ എന്നെ. നല്ല വേദനയുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് വേഗം കൊണ്ടുപോ. എന്നെ ഒന്ന് കൊണ്ടുപോയി ഇവിടുന്ന്. നല്ല ആശുപത്രിയിൽ നല്ല ഡോക്ടറെ കാണിക്കാൻ. സ്റ്റുഡൻസ്, ജീവനുണ്ടെങ്കിൽ നാളെ കാണാം. എന്റെ ജീവൻ പോകുന്ന തോന്നുന്നു. സാറിന് എന്ത് പറ്റി? ആംബുലൻസിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്തായിന്നാ? എല്ലാം നിങ്ങളുടെ ഫ്രണ്ട് ചെയ്ത വേലയാ. അവൻ എന്താ ചെയ്ത്? ഇന്ന് എല്ലാവരുടെയും മുമ്പ് കോളേജിലേക്ക് വന്നു. നാനിയെ കണ്ടപ്പോ സാറ് ഷോക്കായി. അത് പോരാതെ ഡൗട്ട് ചോദിച്ചപ്പോ സാറ് അമ്പരന്നു. മൈൽഡ് സ്ട്രോക്ക് വന്നു. ഇവൻ ഡൗട്ട് ചോദിച്ചപ്പോ തന്നെ മൈൽഡ് സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ പാസ്സായ ആള് തട്ടിപ്പോവല്ലോ. അങ്ങേര് കാലിയായ ലീവ് കിട്ടണം. അങ്ങേര് പോട്ടെ, പക്ഷെ ഞായറാഴ്ച പോരുത്, ലീവ് കിട്ടില്ല. ടീ, കോഫി. കോഫി. ഡാഡി, കോഫി. ഡാഡിയോ? അപ്പൊ അമ്മയോ? ഓ, സോറി. ഇറ്റ്സ് ഓക്കെ. ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ എന്തിനാ? 5th മുതലല്ലേ? ഞാൻ ആകെ പഠിച്ചിരിക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ മാത്രല്ലേ. വാട്ട്? ബേസിക് സ്ട്രോങ് ആണെങ്കിൽ ഫൗണ്ടേഷനും സ്ട്രോങ് ആയിരിക്കും പറഞ്ഞതാ. സ്റ്റാർട്ട് ചെയ്യാം. യാ, ഓക്കെ. മുരുക, ഇവളിന്റെ വലയിൽ വീണ് കഴിഞ്ഞാ ഞാൻ നടന്ന് എന്നെ മല കയറാൻ. മുരുക, ദരിദ്രവാസി. ബേബി കോഫി റെഡി. ഡാഡി, ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇവനാണ് നാനി, എന്റെ ഹലോ ക്ലാസ്മേറ്റ്. അങ്കിൾ. ഹലോ യങ് മാൻ, ക്ലാസ് ടോപ്പർ. എന്റെ മോള് നിന്നെ പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അവള് 2-3 സബ്ജക്റ്റിൽ വീക്കായിരിക്കുന്നു മോനെ. ആ സബ്ജക്റ്റിൽ അവളൊന്ന് രക്ഷപ്പെടുത്തി വിടും മോനെ. അതാണ് എന്റെ Sure, tips. uncle. കാപ്പി എടുത്തോളൂ. Thank you. നീ എടുത്തോ മോളെ. ഞാൻ അങ്ങനെ ഒന്ന് ഇതെങ്ങനെ ജാക്കി പോയിട്ട് വരാം. ഇപ്പൊ വരാട്ടാ. ഓക്കെ, carry on. He still looks young. I didn't understand. Wow. ദേ നോക്കിയാ വന്തിക, ഞാനൊരു ലെക്ചറിനെ പോലെ നിനക്ക് പറഞ്ഞെന്നാ എന്റെ എനർജി ലെവൽ 0 ആവും. സോ അങ്ങനെയായ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവില്ല. പക്ഷെ അതേ എനർജി ഞാൻ നിനക്ക് ട്രാൻസ്ഫർ ചെയ്താ ഞാൻ പറയാൻ വരുന്നത് നിനക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതാണ് തെർമോഡൈനാമിക്സ്. ഇപ്പോഴെങ്കിലും മനസ്സിലായോ? കുറേശ്ശെ മനസ്സിലായി. അവന്തിക, സപ്പോസ് നീ ആരെങ്കിലും പ്രേമിക്കാന്ന് വെച്ചോ. അവനൊരു കൂളായ ക്യാരക്ടറാന്ന് വെക്കാം. ചൂടായ ഒരു പ്രണയം ഉണ്ടാക്കാൻ എനർജിയുടെ ആവശ്യമുണ്ട്. നയന വീക്ഷണത്തിലും സംസാര ഗുണത്തിലും ചലനങ്ങളുടെയും സ്പർശത്തിലൂടെയും പ്രേമം വളർത്തണം. അങ്ങനെയാണ് ഒരു കൂൾ മെറ്റലിനെ ഹീറ്റാക്കാനായി പെട്രോൾ, ഡീസൽ, ഇലക്ട്രിസിറ്റി, സോളാർ ആൻഡ് സ്റ്റീം ഇത്ര എനർജികളൊക്കെ ഉപയോഗിച്ച് ഹീറ്റാക്കാം. ദിസ് ഇസ് കോൾഡ് തെർമോഡൈനാമിക്സ്. ഇപ്പൊ മനസ്സിലായോ? വാവ്, സിംപ്ലി സൂപ്പർ. അത്രേ ഉള്ളൂ. പ്രേമവും സബ്ജക്റ്റ് പോലെയാ. സിലബസ് കാണുമ്പോ പ്രയാസമായിരിക്കും, പക്ഷെ പഠിച്ചാ ഈസി ആവും. നിനക്ക് മനസ്സിലായോ? നല്ലോണം മനസ്സിലായി. അത് നിന്റെ ലാംഗ്വേജിൽ പറയട്ടെ. ഒരു പെണ്ണിനോടുള്ള പ്രണയം എന്നത് കല്യാണത്തിന് ഫ്ലൂയിഡ് ഫ്ലോ മീൻസ് പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെടണമെന്ന് മാത്രമല്ല, ആ ചെറുക്കനെ അനലൈസ് ചെയ്യണ്ടേ. കുഴപ്പമില്ലല്ലോ, നീ അടുത്തെത്തി കഴിഞ്ഞു. ലവില്, വാട്ട്? സ്റ്റഡീസില്. എടാ മോനെ,
പേരക്കുട്ടി കൊച്ചുപേരങ്ങളെ നിങ്ങളൊക്കെ എവിടെ പോയിരിക്കടാ? വരൂ വരൂ മുതുമുത്തശ്ശ. മുത്തശ്ശ ഇത് നിങ്ങളുടെ അച്ഛനല്ലേ? അമ്പമ്പമ്പമ്പമ്പ ഞാൻ മരിച്ചപ്പോ കൂടെ ആരും ഇത്ര ശബ്ദം ഉണ്ടാക്കിയില്ല. ഇപ്പൊ എന്തിനാ ഇത്ര ശബ്ദം ഉണ്ടാക്കുന്നേ? മനസ്സിലായി മനസ്സിലായി. ചെറിയ പയ്യൻ, എന്റെ പേരക്കുട്ടി, എന്റെ പേരക്കുട്ടിയുടെ മകൻ. എനിക്ക് സന്തോഷായി. കുട്ടി കുട്ടി എന്ന് പറയുന്നുണ്ടല്ലോ. ഈ കുട്ടി ഏതാ? കുട്ടിയല്ലടാ, മുത്തശ്ശി, നിന്റെ മുതുമുത്തശ്ശി. മുതുമുത്തശ്ശി. വരൂ വരൂന്നേ. വരൂ വരൂ, രണ്ടാളും വരൂ. ദേ ഇങ്ങോട്ട് ഇരിക്കും. ഇവിടെ ഇരിക്കും. എന്നെ ഒന്ന് ആശീർവദിക്കൂ. നിങ്ങളൊന്ന് ആശീർവദിക്കൂ. അതേ മുതുമുത്തശ്ശി, നിങ്ങളും മുതുമുത്തശ്ശനും തമ്മിൽ സംസാരിക്കുന്ന ഭാഷകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. നിങ്ങൾ തമ്മിൽ മിക്സ് ആയ കഥയെ പറ്റി പറയൂ. ഓ മിക്സിംഗാ. ഉങ്ക മുത്തച്ഛൻ മർമ്മക്കല പഠിക്കാൻ കോയമ്പത്തൂർ വന്നായിരുന്നോ? അവിടെ ഉങ്ക മുത്തശ്ശ മനസ്സു യങ് മനസ്സു മിക്സിംഗ് ആയിടുച്ച്. അപ്പോഴാണോ മിക്സ് ആയത്? എന്നോட വിധി ഇവർക്ക് കഴുത്ത് നീട്ടിട്ട് അല്ലേ? അപ്പൊ എന്റെ കാര്യം എന്താ? ഞാൻ സൂഹിക്കായിരുന്നു. എന്നെ കെട്ടിയ പിന്നെ എന്റെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എടീ, നിനക്ക് മനസ്സിലാവില്ല, ഭർത്താവാണ് കൺകണ്ട ദൈവം. ഇത് ആര്? നല്ല ഇരിക്കാ അമ്മാവാ. കൂട്ടുകുടുംബം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. എന്റെ പൊന്ന് കൃഷ്ണ, നിനക്ക് നന്ദിയുണ്ട് എന്റെ കുടുംബത്തിന് തിരിച്ചു തന്നതിന്. കുടുംബം, ഇത് കുടുംബം, ഈ കുടുംബം ഞങ്ങളുടെ കൂട്ടുകുടുംബം, ഇത് ഞങ്ങളുടെ വലിയ കുടുംബം. ഐ ലവ് മൈ ഡാഡി, ഐ ലവ് മൈ മുത്തശ്ശ. എടാ, ആ പെണ്ണിനെ കണ്ട കടിച്ച് തിന്നാൻ തോന്നൂലടാ. സൂപ്പർ അളിയാ. ആപ്പിളാടാ. പോടാ. കട്ടിപ്പൂടി കട്ടിപ്പൂടി. അയ്യോ, ചേട്ടാ, ഇടിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഇടി കൊണ്ട് എന്താവാനാ, ഒരു കിസ്സെങ്കിലും അടിക്കണം. എന്താടാ ഹീറോ, നിന്റെ പെണ്ണായിട്ട് നിനക്ക് വിഷമമുണ്ടോ? താങ്ങാനാവുന്നില്ലേ? ഇടിക്കോ നീ? തൊട്ടു നോക്കടാ. ഡൗട്ടാ? ഓക്കെ ഡാഡി, ബൈ. എവിടെ പോയിരുന്നു നാനി? പേന വാങ്ങാൻ പോയതാ. കം ലെറ്റ്സ് ഗോ. ഇവളെ വളയ്ക്കാൻ പ്രയാസം തന്നെയാ. സർ, ആൻസർ ഷീറ്റ് ഉണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പറഞ്ഞയക്കും. മിണ്ടാതിരുന്ന് എഴുതിക്കോ. സർ, അഡീഷണൽ ഷീറ്റ്. ഇന്നാ. താങ്ക്യൂ. സർ, അഡീഷണൽ പ്ലീസ്. എന്താ പുതിയ പരിപാടി? അങ്ങേരൊന്നും കാണില്ല. സർ, വൺ മോർ. ദാ പിടിച്ചോ. എക്സ്ക്യൂസ് മീ സർ, വൺ മോർ. ദാ വരുന്നു. ദാ പിടിച്ചോ. സർ. എഴുത്. ഇതെല്ലാം നീ വെച്ചോ, എഴുതിക്കോ. എഴുത്. സർ, 3 enough സർ. പേപ്പർ പ്ലീസ്. ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, അവൾക്കും കൊടുക്കണ്ടേ? ഇത് വെച്ചോ നീ. താങ്ക് യു. ಶಾರದ ನೀರದೆಂದು ವೀಣಾದರ ಸಕಲ ಬುದ್ಧಿ ದೋಷ ಪರಿಹಾರ ತುಷಾರಹಾರ ಧವಳಾಂಕಿತ ಸಿದ್ಧಿದಾಯಕಿ ಪದ್ಮಾಸನ ಸ್ಥಿತಿ
സുധാമയ സർവസിദ്ധി ബുദ്ധിദായകി വാഹിനി സുധാ പ്രഭാമയ സർവേശ്വരി സകല പരീക്ഷണ ദുരിത ഹാരിണി നാദ വിനോദിനി നീയമ്മ നൽവഴി കാട്ടു നീയമ്മ നീയേ ജ്ഞാനം നീയേ ഗീതം നീയേ ജഗത്തിന് വേദകിരീടം. ജോസഫ് സർ 62. താങ്ക് യു സർ. കവിത സർ നിനക്ക് 65. അവന്തിക സർ നീ ഈ കോളേജിൽ ചേരുന്ന സമയത്ത് വീക്കാന്നാ വിചാരിച്ച് എല്ലാ സബ്ജക്റ്റിലും നിനക്ക് 75% വന്നിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്. ചില ഭാവനകൾ കടന്നാൽ അതിശയങ്ങൾ നടക്കും. അതുപോലുള്ള അതിശയം ഇന്ന് നടന്നിരിക്കുന്നു. നമ്മുടെ നാനി 90% മാർക്ക് വാങ്ങിയിരിക്കുന്നു. thank you 75% Nani just because of you. All the credit goes to you. എന്റെ അമ്മോ, നിന്നെ വളയ്ക്കുമ്പോഴേക്കും എൻ ഹൃദയവേദനയാൽ ഡോക്ടറെ കണ്ടു ഞാൻ. 2D ആൻജിയോഗ്രാമുമെല്ലാം ചെയ്യുവാൻ പറഞ്ഞു. എൻ ഹൃദയത്തിൽ എൻ പ്രിയ ഏഞ്ചൽ ഇരിക്കുമ്പോൾ ആൻജിയോഗ്രാം എങ്ങനെ ചെയ്യും മച്ചാ? ഇവന്റെ ഹാർട്ടിലെ ലവ് വൈറസ് അറ്റാക്ക് ചെയ്തു മച്ചാ. മച്ചാ ഗേൾഫ്രണ്ട് ഇൻ ടച്ചാ. മച്ചാ ഹാർട്ടിൽ ലവ് സ്റ്റിച്ചാ സ്റ്റിച്ചാ സ്റ്റിച്ചാ. ഈഫിൽ ടവർ കയറി ചെന്നാലും ഭംഗിച്ചമ്പ് ചാടി എന്നാലും ഓസ്കാർ നേടിയെങ്കിലും കുറെ ഓട്ടോഗ്രാഫ് നൽകിയെങ്കിലും പ്രേമസ്പർശമെക്കുമാദ്യമായി നിൻ കള്ളനോട്ടമേൽക്കുമാദ്യമായി ഗ്ലോബൽ പ്രൈസ് മച്ചാ മച്ചാ ഗേൾഫ്രണ്ട് ഇൻ ടച്ചാ. മച്ചാ 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 മച്ചാ. ലിപ്സ് കാണും നേരം മുത്തമേകാനായി ആശ തോന്നും മനസത്തിൽ എന്ത് രോഗമോ? താരജാലം താഴെ വന്ന് മിന്നും അവൾ ചുണ്ടുകളിൽ മിന്നും. രാത്രികളിൽ ബൈക്കിൽ ചുറ്റി ബാക്ക് സീറ്റിൽ കെട്ടിപ്പിടിച്ചവളേക മുത്തം. താരജാലം താഴെ വന്ന് മിന്നും അവൾ ചുണ്ടുകളിൽ മിന്നും. രാത്രികളിൽ ബൈക്കിൽ ചുറ്റി ബാക്ക് സീറ്റിൽ കെട്ടിപ്പിടിച്ചവളേക മുത്തം. കണ്ണിലാവിൻ തുണ്ട് പൊട്ടി വീണതോ, ലാവിൻ താരം വന്ന് മുന്നിൽ നിന്നതോ. കണ്ടോ കൺകൾ ചേർക്കുന്നു എന്ന ചാര റെഡ് റോസിൻ തൂവൽ പോലെ തഴുകുന്നു എന്നെ മെല്ലെ മച്ചാ. ഗേൾഫ്രണ്ട് ഇൻ ടച്ചാ മച്ചാ. ഹാർട്ടിൽ ലവ് മച്ചാ മച്ചാ മച്ചാ. You're my babe, you're my doll, make me go like oh my god. So I say I'm in love, tell me who you love. All I need is to get angel love. Feel me baby, you're my angel love. അവളെ കാണും നേരം മുന്നിൽ ബോധമില്ലടാ, സ്വപ്നം കാണും നേരം മുന്നിൽ അവള് മാത്രമേ.
കാണും ലോകം ഇതിൽ എനിക്കേറ്റവും വാല്യൂ അവൾ മാത്രം. വേൾഡ് കപ്പിൽ ലാസ്റ്റ് ബോൾ നടക്കുമ്പോൾ എന്റെ ഉള്ളിൽ വേറെ വേറെ ടെൻഷൻ. എന്റെ നെഞ്ചു മേടിക്കുമ്പോൾ ഇടിവെട്ടും പോലെ ഒരു തോന്നൽ. അവൾ നോക്കുന്നേരം എന്റെ ഉള്ളിൽ ആപ്സ് എല്ലാം ഹാങ് ആയപ്പോൾ ഷട്ട് ഡൗൺ. താമരപ്പൂമേലെ ചന്ദ്രരശ്മി പോൽ അവൾ എന്റെ കണ്ണിൽ തങ്കബിംബമായി. ഞാൻ കെട്ടും ഒരു താജ്മഹലായി, ഞാൻ പാറും നീലവാനിലാകവേ. മുക്കാലൻ കണ്ണ് കെട്ടി വാക്കാലൻ കാലു കെട്ടി പ്രേമത്തിൻ ചങ്ങലകൾ തളച്ചേ നീ എന്റെ പെണ്ണെ മച്ചാ. ഗേൾഫ്രണ്ടിൻ മച്ചാ മച്ചാ. ഹാർട്ടിൽ ലവ് സ്വിച്ചാ സ്വിച്ചാ സ്വിച്ചാ. എനിത്തിങ് ക്യാൻ ബി പോസിബിൾ എന്ന് നീ പ്രൂവ് ചെയ്ത് കാണിച്ചടാ. ഞാൻ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാ, നീ ആണെങ്കിൽ എപ്പോഴും ഇമാജിനേഷനിൽ ജീവിക്കുന്നു. അത്രയും ഡിഫറൻസ് ഉണ്ട് നമുക്കിടയില്. പക്ഷെ ഇന്ന് നീ എന്താ ചെയ്തിരിക്കുന്നറിയോ? അങ്ങനെയുള്ള ഇമാജിനേഷൻ പോലും യാഥാർത്ഥ്യമാക്കി ഞാൻ ഇമാജിൻ ചെയ്യുന്നതിലും കൂടുതൽ നീ മുകളിലോട്ട് പോയി. ഞാൻ ഇപ്പൊ പറയാനടാ, നീ ഇപ്പൊ തന്നെ ചെന്ന് അവന്തികയ്ക്ക് പ്രൊപ്പോസ് ചെയ്യ. ഡെഫിനറ്റ് ആയിട്ട് അവള് നിന്റെ ലവിനെ വേണ്ടെന്ന് പറയില്ല. താങ്ക്സ് ഡി, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നീയാ. നീ പറഞ്ഞ പിന്നെ എന്റെ ലവ് സക്സസ്. ഐ ലവ് യു എന്ന് പറയട്ടെ. ഞാനല്ലടാ പറയുന്നേ, അവക്ക് നിന്നോട് ശരിക്കും എന്തോ ഉണ്ട്. നീ പെട്ടെന്ന് ചെന്ന് അവളോട് പറ. പ്രൊസീഡ്. ആ അതെ, ഇവിടെ തടിച്ചു കൊടുത്തൊരു ആനക്കുട്ടി വന്നല്ലോ. എവിടെ? എടാ ആഹാ, ഇവിടായിരുന്നോ? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. എന്നാ വണ്ടി എടുക്കി. പാർട്ടി തരുന്ന ആൾ ഇനി എത്തിയില്ലേ? നമ്മള് മണ്ടന്മാര് വേഗം വന്നു. വന്നിരിക്കട കിഴങ്ങന്മാരെ. പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ രാത്രി തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. അത് നിന്റെ തെറ്റ്. ഒന്നാം മല കേറി പോകണ്ടേ, Hey, what's up? തലം കുത്തി. ഹായ് ഹായ്. Where is Mitra? മിത്ര. ഹായ് ഹായ്. Hi. Wow. അല്ല, എന്താ പെട്ടെന്ന് ട്രീറ്റ് ഒക്കെ? Surprise. I must really be thankful to Nani. എനിക്ക് ഇത്രത്തോളം മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നാനിയാ. എക്സ്ക്യൂസ് മീ. ഹലോ. ഹലോ, വെൽക്കം മാഡം. ഇന്നത്തെ സ്പെഷ്യൽ മാം, എന്താ? ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാല് അവളുടെ കലക്കം ചെത്താണല്ലോ. അവൻ അതിൽ വീണോ? അവൻ ഇന്ന് അവള് പ്രൊപ്പോസ് ചെയ്തിട്ട് അത് ഓക്കെ ആയി കഴിഞ്ഞാ അതിലും വലുത് എന്താ ഉള്ളത്? എനിക്കൊരു ഡൗട്ടുണ്ട്. ഈ അവന്തിക ട്രീറ്റ് തരുന്നത് അവനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ടാണോ? Yeah, yeah. എനിക്ക് അങ്ങനെ തോന്നുന്നു. അവള് കേക്കും. എന്താടോ നിങ്ങൾ തമ്മിൽ എന്തോ സംസാരിക്കുന്നേ? പറഞ്ഞാ ഞാനും കൂടി കേൾക്കില്ലേ? അത് പോട്ടെ, ട്രീറ്റ് എന്തിനാ നീ തരുന്നേ? നാനിയും കൂടി വന്നോട്ടെ, എന്നിട്ട് ഞാൻ പറയാം. എക്സ്ക്യൂസ് മീ. യെസ് മാം. ക്യാൻ ഐ ഹാവ് സം ടോപ്പിംഗ്സ്? എനിക്കൊരു ഡൗട്ട്. ഇവളാണോ അവനെ പ്രൊപ്പോസ് ചെയ്യുന്നൊരു സംശയം. അവന്തികയുടെ മനസ്സിൽ എന്താന്ന് അറിയുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ഗെയിം കളിച്ചാലോ? എന്താ അത്? നിക്ക് പറയാം. എനിക്കും. ഇപ്പോ നമ്മുടെ ഫൈനൽ ഇയർ കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ നാനിക്ക് പെണ്ണ് കാണൽ തുടങ്ങി. റിയലി? എന്തിനെത്ര ഷോക്കാവുന്നേ? ഇതിലെന്താ ഷോക്കിംഗ് ആയിട്ടൊന്നുമില്ല. പക്ഷേ നാനിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഏത് പെണ്ണായാലും ശരി, അവള് ലക്കിയാ. ഒരു കാര്യത്തില് ഞാൻ അൺലക്കി. എന്തിന്? മിത്ര, ഈ ജ്വല്ലറി ആഡിൽ ഈ പെൺകുട്ടിയെ കാണാൻ എന്തൊരു ഭംഗിയാന്ന് കണ്ടോ? ലൈഫില് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലുള്ള ഒരു ജ്വല്ലറി ആഡിൽ അഭിനയിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ വുഡ് ബി അതിന് സമ്മതിക്കില്ല. നീ എന്തായി പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഞാനീ വന്നു കഴിഞ്ഞ് പറയാന്നാ വിചാരിച്ചേ, പക്ഷെ മുൻപേ പറയേണ്ടി വന്നു. അത് അടുത്ത മാസം എന്റെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തിരിക്കുക.
പേരക്കുട്ടി എന്റെ കയ്യന്റെ ഉളുക്കൊന്നു ഒന്നും തിരുമ്മി വേഗം വാ. അത് തന്നെ. പേരക്കുട്ടിയെ ഒന്ന് വാടാ, എന്റെയും വിരലൊന്ന് പിടിക്കേ. എത്ര നേരം മുത്തച്ഛൻ സേവ ചെയ്യാ. ഒന്ന് വേഗം വാ. പേരക്കുട്ടി എന്റെ കാലൊന്നും തിരുമ്മി ഇങ്ങോട്ട് വാടാ. ഓ, ഇങ്ങോട്ട് വരാൻ. എടിക്കരുവി ഇങ്ങനെ ചമക്കാൻ പറയാ. എന്താണ് അവൻ നിർത്തി കളഞ്ഞത്? എന്താ ഇവൻ ഉറങ്ങിപ്പോയ കടന്നുപോയത്? പേരക്കുട്ടി ദാ. എന്തിനാ മുഖം എന്റെ അടുത്ത് കൊണ്ടുവരുന്നതൊക്കെ മാറി നിൽക്ക്. എടാ പേരക്കുട്ടി നീ വീണ്ടും ഉറങ്ങിയ? എണീക്കടാ, വേദനയായിട്ട് വയ്ക്കടാ. എന്ത് പറ്റി? വെള്ളം അതെ, ഇവൻ എന്താ ഇങ്ങനെ? എന്താ ഫ്ലൈറ്റിൽ പോകുന്ന ടാറ്റ കാണിക്കുന്ന പോലെ കാണിക്കുന്നത്? എന്റെ വയസ്സിൽ ഞാൻ എത്ര അമുക്കിയതാ. എന്റെ ഈശ്വര, ഇവള് കറക്റ്റായിട്ട് എത്തിയല്ലോ. ഇവൻ എന്താ ഇങ്ങനെ ആയതെന്ന് അറിയാം. എടാ നാനി, മിത്ര വന്നിട്ടുണ്ട്, എഴുന്നേക്ക്. പുറത്ത് പോയിരിക്കാന്ന് പറഞ്ഞേക്കാം. എന്താടാ പറയുന്നേ? പറയുന്നു പറഞ്ഞ പറയും. ഹായ് ആന്റി. ഹായ്. നാനി എന്താ ചെയ്യുന്ന ആന്റി? നാനിയോ? ഇല്ല മോളെ, അവൻ പുറത്തു പോയിരിക്കാ. ഏട്ടാ നാനി, നിനക്ക് എന്ത് പറ്റി? അവളോട് എന്തിനാ നുണ പറയാൻ പറഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും തമ്മില് വഴക്കിട്ടോ മോനെ? എടാ നാനി, നീ എന്തിനാ സുഹൃത്തുക്കളെ ഒന്നും കാണാത്തത്? ശരിക്കും ഭക്ഷണം പോലും കഴിക്കുന്നില്ല. അമ്മേ പ്ലീസ് വിട്ടേക്കമ്മേ. അതല്ലടാ. അമ്മേ പ്ലീസ്, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവില്ലേ? ദേവി തന്നെ ഒന്ന് വിട്ടേക്ക്. ഹലോ അങ്കിൾ. മോളെ മിത്രേ, അവനോട് സംസാരിച്ചോ മോളെ? അവൻ പുറത്തു പോയിരിക്കാന്നാ ആന്റി എന്നോട് പറഞ്ഞത്. അങ്ങനെ പറയാൻ അവൻ പറഞ്ഞു കാണും. നാനിയുടെ കാര്യത്തിൽ അവന്തികയുടെ അഭിപ്രായം എന്താ മോളെ? ആ പെണ്ണിന് ഇവനോട് സ്നേഹമില്ലേ? ഇല്ല അങ്കിൾ, നാനി ഒരു നല്ല ഫ്രണ്ട് എന്ന നിലയിൽ അവൾക്ക് ഇഷ്ടമാണ്. പക്ഷേ അവനോട് ഒരിക്കലും പ്രേമം തോന്നില്ല. അതെയോ? അതെന്തുകൊണ്ടാ? നെക്സ്റ്റ് മന്ത് അവളുടെ മുറച്ചെറുക്കനുമായിട്ട് എൻഗേജ്മെന്റ് ആണെന്ന് അവൾ തന്നെയാ പറഞ്ഞത്. അവന്തികയുടെ അച്ഛനോട് ഞാൻ വേണമെങ്കിൽ സംസാരിക്കട്ടെ? അവൾക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രമാ ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആദ്യമൊക്കെ അവൻ പഠിക്കാതെ ആവശ്യമില്ലാതെ നാടി ചുറ്റി ഞങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇപ്പൊ അവൻ മാറി. അവൻ സ്വയം പ്രയാസപ്പെടുത്തുകയാണ്. അവന്തിക വന്നതിന് ശേഷം അവൻ തന്റെ ജീവിതം തന്നെ മാറ്റി. ആ പെണ്ണ് ഇവന്റെ ജീവിതത്തിലേക്ക് വന്നാൽ അവൻ ഇനിയും സന്തോഷിക്കും. അവന് ഞങ്ങളെക്കാളും നിനക്ക് നന്നായിട്ട് അറിയാം. ആ പെണ്ണിൻ്റെത് അറേഞ്ച്ഡ് മാരേജ് ആണെന്നല്ലേ പറഞ്ഞത്? മോളെ മിത്രയെ, അവനെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാം. ഒരു പ്രാവശ്യം ഒന്ന് ആലോചിക്കേ അവന് വേണ്ടി. എന്താ നാനി ഇങ്ങനെ ആയത്? ഫോൺ പോലും എടുക്കുന്നില്ല അവൻ. ഞാൻ തന്നെ അവനെ കണ്ടിട്ട് 4 ദിവസമായി. അവന് ഫോൺ വിളിച്ചാൽ കട്ടായിന്ന്. അത് മാത്രമല്ല, ഞാൻ അവന്റെ വീട്ടിലേക്ക് പോയിരുന്നു. അവൻ വീട്ടിലുണ്ടായിട്ടും ഇല്ലെന്നാ എന്നോട് പറഞ്ഞത്. നമ്മളെല്ലാരും കൂടെ ചെന്ന് അവന്തികയെ കൺവിൻസ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. എന്തോന്ന് ബെറ്റർ? ഇതിനു മുമ്പ് മൊറച്ചെറുക്കന്റെ കൂടെ എൻഗേജ്മെന്റ് ആണെന്ന് പറഞ്ഞു. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? നീ പറയുന്നത് ശരിയാ. പറയും മിത്ര. നാനി നിനക്ക് ഫോൺ ചെയ്തിരുന്നോ? ഇല്ലല്ലോ. എനിക്ക് ബാംഗ്ലൂരിൽ ജോലി കിട്ടിയിട്ടുണ്ട്. അതെന്താ സഡൻ സർപ്രൈസ്? എനിക്ക് എല്ലാരും ഏർജന്റ് ആയിട്ടൊന്ന് കാണണമെന്നുണ്ട്. എന്താടി പെട്ടെന്ന് ബാംഗ്ലൂരും ജോബും? എന്താ ഇതൊക്കെ? അതെടി, ടുനൈറ്റ് ഐ ആം ലീവിംഗ് ടു ബാംഗ്ലൂർ. നോക്ക്, അവന് ഞങ്ങളെക്കാൾ നിന്നെയാ ഇപ്പൊ കൂടുതൽ ആവശ്യം. ഈ സമയത്ത് നീ പോയാൽ എങ്ങനെയാ? കിട്ടു, അവൻ വീട്ടിലില്ല.
അങ്ങനെ അവൻ പറയാൻ പറഞ്ഞു ആന്റി. ആന്റിയും ചേർന്ന് നുണ പറയുന്നത് അത്ര നല്ലതല്ല. എന്തടാ ഈ വഴിക്കൊക്കെ? താങ്ക്സ് റാ. എന്തിനാ വന്നതെന്ന് ചോദിച്ചില്ലല്ലോ. 3 ദിവസമായിട്ട് 30 മിസ് കോൾ. ഫോൺ വിളിച്ചാൽ റെസ്പോൺസ് ചെയ്ത എന്താ? അറ്റ്ലീസ്റ്റ് ഒരു മിസ് കോൾ കണ്ടെങ്കിലും എന്നെ വിളിച്ചൂടെ? അമ്മയെ കൊണ്ട് എന്തിനാടാ നുണ പറയിപ്പിക്കുന്നേ? ഫ്രണ്ട്സ് എന്നാല് വെറുതെ ബീർ കുടിക്കാനോ തമാശ പറഞ്ഞ് ചിരിക്കാനുള്ളതല്ല. എന്തെങ്കിലും പ്രശ്നം വന്നാല് അത് സോൾവ് ചെയ്യാനും കൂടിയാണ്. ഞങ്ങൾ എത്ര ഫീൽ ചെയ്യുന്നു നിനക്കറിയോടാ? നമ്മുടെ മിത്ര ബാംഗ്ലൂരിലേക്ക് പോവാ. അവൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. എന്ത്? മിത്ര ബാംഗ്ലൂരിലേക്ക് പോകുന്നോ? അതെ, ഇന്ന് തന്നെ പുറപ്പെടും. മിത്രേ, മിത്രേ. ഹായ് നാനി, നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ ആന്റി? നിന്റെ ഫ്രണ്ടിന് ഒരു നല്ല ജോലി കിട്ടിയിട്ടുണ്ട്. ബാംഗ്ലൂരിലേക്ക് പോവാ. അവള് മുകളിലുണ്ടോ? ലഗേജ് ഒക്കെ എടുത്തു വെച്ചോണ്ടിരിക്കാ. ഹേയ്, എന്താ പെട്ടെന്ന് ബാംഗ്ലൂരിലേക്ക്? പിണക്കാണോ? എന്നോട് പറഞ്ഞിട്ട് പോണെന്ന് എനിക്ക് തോന്നിയില്ലേ? അപ്പൊ നീ മാത്രം എന്താ എന്നോട് എല്ലാ കാര്യവും പറയുന്നുണ്ടോ? 3 ദിവസമായിട്ട് നീ എവിടെയായിരുന്നു? നിന്നെ കാണാൻ വീട്ടിലേക്ക് വന്നപ്പോ ആന്റിയെ പറഞ്ഞു വിട്ട് ഇല്ലാന്ന് പറയിപ്പിക്കുന്നു. ഫോൺ ചെയ്താ പോലും നീ എടുക്കില്ലല്ലോ. അതെന്താ? എന്റെ മനസ്സ് ശരിയല്ലടി. ഫോൺ എടുത്ത് നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നില്ലേ? ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? എന്ത് തന്നെയായാലും എനിക്ക് പോയേ പറ്റൂ. ഈ സമയത്ത് നീ എന്നെ വിട്ടിട്ട് പോവാണോ? കരിയർ അല്ലാത്ത ലൈഫില് വേറെ ഒന്നും പ്രാധാന്യമല്ല. എന്തായാലും നിന്റെ ലവ് പ്യൂറാ. അതുകൊണ്ടല്ലേ നീ ഇത്രയും ദൂരം എത്തിയത്. എന്നാ അവൾക്കും കൂടി അത് തോന്നണ്ടേ? നീ നല്ലവനാടാ. നിന്റെ കരിയറിന് ഒന്നും സംഭവിക്കില്ല. നീ ട്രൈ ചെയ്താൽ മാത്രം മതി. നിനക്ക് ഏത് ജോബ് വേണമെങ്കിലും കിട്ടും. പ്ലീസ് എല്ലാം അങ്ങ് മറന്നേക്കടാ. ഞാൻ റെഗുലറായിട്ട് ഫോൺ ചെയ്യും. എടുത്ത് സംസാരിക്കണേ, ഓക്കെ അല്ലേ? എടാ, നീ എന്നെ ഡ്രോപ്പ് ചെയ്യില്ലേ? പേരക്കുട്ടി, ഇതാ വരുന്ന മുതുമുത്തശ്ശ. നിങ്ങൾക്ക് ടിഫിനൊക്കെ ഉണ്ടാക്കി അതുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാര്യമില്ലടാ. എന്താ മുതുമുത്തശ്ശ? നമ്മുടെ നാട്ടിൽ ആയുർവേദത്തിൽ കിട്ടുന്ന പഞ്ചശീല കോക്കറിലെ നീലഗിരി തൈലത്തില് തല തേച്ച് കുളിക്കാതെ ഇവള് കഴിക്കില്ല. പിന്നെ ഇവള് കഴിക്കാതെ ഞാൻ എങ്ങനെ കഴിക്കുക? ഇപ്പൊ തന്നെ വേണോ? ഇപ്പൊ തന്നെ വേണം. അത്രയ്ക്ക് അർജന്റ് ആണോ ഇതിന്? അതെ, അന്ത തൈലമായി എനിക്ക് വേണ്ടത്. അതില്ലേനാ എനിക്ക് ഒന്നും വേണ്ട. അയ്യോ, അത് മുതുമുത്തശ്ശ, ഞാനിപ്പോ അർജന്റ് ആയിട്ട് ഫ്ലൈറ്റിൽ പോയാ കൂടി ഇപ്പൊ ഇത് എടുത്തിട്ട് വരാൻ പറ്റില്ല. നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. നാളെ ഞാൻ വാങ്ങിട്ട് വരാം. അതിനല്ല നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ. അതെ, എനിക്ക് ഒന്നും വേണ്ട. എനിക്ക് വന്നാ വേണ്ട. അയ്യോ, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഇരുന്ന് ഇവിടെ ടിഫിൻ കഴിക്കുക. എന്താ, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. എന്താ മുതുമുത്തശ്ശ? ശരി. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന തോന്നുന്നു. എന്താ പറയൂ, വേഗം പറയൂ. നിങ്ങൾക്ക് ടിഫിൻ കൊണ്ടുവരാം. ഞാൻ പറയുന്നത് കേക്ക്. എന്ത്? അതൊന്നല്ലടാ, നിന്റെ മുത്തശ്ശിക്ക് തൃശ്ശൂർ ചാരായ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടാ. അതായത് തൃശ്ശൂര് നേരം വെളുപ്പാൻ കാലത്ത് തെളിഞ്ഞ ചാരായ കിട്ടും. 20 ലിറ്ററിൽ ഒരു 5 ക്യാനിങ് വാങ്ങിച്ചിട്ട് വാ. കാലത്ത് തന്നെ ഇങ്ങോട്ട് എത്തണം. അതിരാവിലെ തന്നെയോ? അതെ മോനെ, വെയില് തട്ടിയാ ചാരായ പുളിച്ചു പോകും, കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓടിപ്പോയി ഓടി. ഇപ്പൊ തന്നെയോ? അത് പിന്നെ ഞാനിപ്പോ അർജന്റായിട്ട് തമിഴ്നാട് വരെ ഒന്ന് പോവാ. നാളത്തെ കഴിഞ്ഞ് വാങ്ങിട്ട് വരാം. അതൊന്നും പറയില്ല.
ഇവള് കുടിച്ചില്ലെങ്കിൽ എന്നും കുടിക്കാൻ വിടില്ലടാ. എടാടാ, നിന്റെ അച്ഛന്റെ കാര്യമില്ല, അതൊക്കെ പിന്നെ നോക്കാടാ. ആദ്യം ഞങ്ങളുടെ കാര്യം നോക്ക്. ഒരു ചെറിയ റിക്വസ്റ്റ്, നീ അങ്ങനെ നേരെ ഗുരുവായൂരിലേക്ക് പോയി ബാദാൽവ അവിടെ നന്നായിട്ട് ഉണ്ടാക്കുന്നല്ല കേട്ടത്, അതൊരു 10 കിലോ ഇങ്ങോട്ട് വാങ്ങിച്ചോ. അത് കാലത്ത് തന്നെ വേണം കേട്ടാ. അതും അത് രാവിലെ തന്നെ വേണോ? ആ ശരിയാ പറഞ്ഞത്, കാലത്ത് തന്നെ ഇവിടെ എത്തണം. കോയമ്പത്തൂര്, തൃശ്ശൂര്, കർണാടക. എടാ പൊന്നു മോനെ, ചോറ് കഴിച്ചിട്ട് 3 ദിവസമായി. ഉണക്കമീൻ ഇല്ലാതെ ഭക്ഷണം ഇറങ്ങില്ല. ആ സുരേന്ദ്രന്റെ കടയിൽ പോയി നീ ഉപ്പിലിട്ട് ഉണക്കമീൻ വേഗം പോയി വാങ്ങിക്കൊണ്ടു വാ മോനെ. ഉപ്പിലിട്ട് ഉണക്കമീനോ? ശരി, ഞാൻ വാങ്ങിച്ചിട്ട് വരാം. ആ ഓക്കേ. നിങ്ങൾ? എന്റെ പേര് മിത്ര. ഓ, നൈസ് ടു മീറ്റ് യു. താങ്ക് യു. കമോൺ, അകത്തേക്ക് പോകാം. Shweta, make an appointment order in the name of Miss Mitra. Okay, sir. Okay. ഹലോ. ഹായ് ഡാ നാനി. ആ പറ, ജോബിൽ ജോയിൻ ചെയ്തോ? ജസ്റ്റ് നൗ. എന്റെ സീറ്റിലിരുന്നിട്ട് ആദ്യം ഞാൻ നിന്നെ വിളിച്ചെ. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഡാ. ബൈ. ബൈ. ആ മിത്രേ, ഒരു മിനിറ്റ്. യാ, ചെറിയ പ്രശ്നമുണ്ട്. വാട്ട് ഹാപ്പൻ? ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. That's it. Thanks. That's okay. Hi, I was looking for you. Come, let's have some coffee. Come, Let's go. Now Mr. Mitra will explain our future project and education. Please carry on, Miss Mitra. ആ മിത്രേ, യാ. ഈ വീക്കെൻഡിൽ എന്താ പരിപാടി? ഒന്നുമില്ല. എന്താ? ശാന്താക്രോസ് റിസോർട്ടില് ഈ വീക്കെൻഡിൽ സൂപ്പർ പ്രോഗ്രാംസ് ഉണ്ട്. പോകാമോ? സോറി. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഇറ്റ്സ് ഓക്കെ, ഞാൻ വരാം. താങ്ക് യു. Is very decent guy. Hi. 2 honey almond. Eh? Same taste.
ഓക്കെ. മിത്രേ, എന്താ? തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞോ. നീ ആരെങ്കിലും ലവ് ചെയ്യുന്നുണ്ടോ? യാ. ആ ലക്കി ഫെല്ലോ ആരെന്ന് ഒന്ന് പറയോ? ഇറ്റ്സ് സസ്പെൻസ്. മിത്ര, പ്ലീസ് ഒന്ന് പറയ്. Why not? I love my job, studies, career. നീ ഉണ്ട്. താങ്ക് ഗോഡ്. എടാ മോനെ, അച്ഛാ. പവൻ കല്യാണിന്റെ സിനിമ കണ്ടിട്ട് ഒത്തിരി നാളായടാ. കൃഷ്ണ തഥാസ്തു. போங்க மச்சா போங்க சும்மா தூக்கிட்டு போங்க சீனகிரி விட்டாக்கா செஞ்சுட்டு போனாங்க போங்க மச்சா போங்க சும்மா தூக்கிட்டு போங்க சீனகிரி விட்டாக்கா செஞ்சுட்டு போனாங்க போங்க மச்சா போங்க சும்மா தூக்கிட்டு போங்க சீனகிரி விட்டாக்கா செஞ்சுட்டு போனாங்க போங்க மச்சா போங்க சும்மா தூக்கிட்டு போங்க മോഹൻലാലിന്റെ നടിപ്പോ കോറസോടെ കലർന്ന് കേട്ടപ്പോ എന്റെ മനസ്സങ്ങോട്ട് തകർന്നു തരിപ്പണമായി പോയി. ഒരു പ്രാവശ്യം ഇദ്ദേഹത്തിന് പടം ഒന്ന് ഇട്ട് കാണിച്ചു താടാ. சீட்டு மட்டும் இல்ல, அசெம்பிளி கேட்ட கூட தாண்ட விட மாட்டேன். உனக்கு பிபி வந்தாவும் பிஏ நடுங்குவானோ என்னமோ, எனக்கு ബിപി വന്ന இந்த നാടേ കൊന്തളിക്കണ്ട. പേരക്കുട്ടി, നമ്മുടെ ഭാഷയും കലാചാരങ്ങളും ഉയർത്തുന്ന വിധത്തിലുള്ള പഴയ പുരാണ പടവും ഇടറാ മോനെ. ഒരു സാമി പടം കൊണ്ട് சுயநலம் காரணமாக பழி தீர்த்துக் கொள்ள எண்ணும் நீர் தலைமைக்கு அருகதையுடையவர்தானா? சத்தியம் உணர்ந்து சொல்லும். நரிக்கு நாட்டாண்மை கொடுத்தால் பொதுநலம் அழியும், தன் வயிறு நிறையும். அதுபோல் தலைவர் நீ. நரிக்குத்தான் காரியமாற்றும் திறமையுண்டு. உன் இரும்பு வலைக்குள் நான் சிக்கிக் கொண்டேன். இந்த சபைக்கு வந்து கூறுகிறேன், பீஷ்மர் தலைமையேற்று நடத்தும் இப்போரில் நான் அச்சரதனாகவோ. உலகே மாயம், வாழ்வே மாயம், நிலையேது நான் காணும் சுகமே மாயம். പേരക്കുട്ടി, സോഡ ലേശം കൂടി പോയിട്ടാ. കുറച്ച് ഒഴിച്ചു തരട്ടെ. ആ സോഡ കുറച്ചേ ഉള്ളൂ, മരുന്നാ ജാസ്തി. ആ വളരെ കറക്റ്റ് അമ്മായി. അച്ഛാ, നിങ്ങളുടെ പേരക്കുട്ടി തൃശ്ശൂരിലേക്ക് പോയി നേരം വെളുക്കുമ്പോ ചാരായം വാങ്ങിച്ചോണ്ട് വന്നു. അച്ഛന് മരുമകളൊന്ന് നോക്കിയേ, പന്നി കുടിക്കുന്ന പോലെ കുടിച്ചോണ്ടിരിക്കുന്നേ. ഈ കുശുമ്പല്ല വേണ്ടാന്ന് പറഞ്ഞത്. പേരക്കുട്ടി കൊണ്ടുവന്നത് ഒരു തുള്ളി പോലും വിടാതെ കഴിച്ചില്ലേ നിങ്ങൾ? അതൊന്നും ഇല്ലടി, ചാരായം കുടിക്കുമ്പോ ഹൽവ തിന്ന വയറിളക്കം പിടിക്കും. പിന്നെ ടോയ്ലറ്റിന് എണീക്കാൻ പറ്റില്ല. നിനക്ക് ഒരു കിലോ തനി എടുത്തു വെച്ചിട്ടുണ്ട്, അത് പിന്നീട് നീ തിന്നോ. അങ്ങനെയാണോ? അപ്പൊ മൂക്ക് മുട്ട തിന്നോ. അഖിൽ, അഖിൽ, നീ എന്താ എന്റെ വീട്ടില്? പ്ലീസ് ടീ, കോഫി. വാട്ട് എ സഡൻ സർപ്രൈസ്. നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിട്ടാ. എനിക്ക് നിന്നോട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. പറയും മിത്ര. ആദ്യം നീ തന്നെ പറഞ്ഞാ മതി. നിന്റെ ബിഹേവിയർ എനിക്ക് വലിയ ഇഷ്ടമാണ്. നിന്റെ മനസ്സും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നിന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഒത്തിരി ഇഷ്ടം. നിന്നെ എനിക്ക് പൂർണ്ണമായിട്ടും ഇഷ്ടം. ഐ ലവ് യു മിത്ര. നീ അതല്ലേ പറയണമെന്ന് വിചാരിച്ചേ? എനിക്ക് കുറച്ച് ടൈം വേണമായിരുന്നു. ഇറ്റ്സ് ഓക്കെ മിത്ര. എത്ര സമയം വേണമെങ്കിലും എടുത്തോ, ബട്ട് നോ എന്ന് പറയരുത്. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. ഞാനൊരു കാര്യം തീരുമാനിച്ചു വന്നപ്പോ ഇവിടെ നടക്കുന്നത് വേറെയാണല്ലോ. ഹലോ. ഹായ്. ഹൗസ് വർക്ക്? സുഖമാടാ. നീ ഹാപ്പി അല്ലേ? നാനി, ചെറിയൊരു പ്രോബ്ലം ഉണ്ടടാ. ക്യാൻ യു സോൾവ് ഇറ്റ്? എന്ത്? നിനക്ക് പ്രോബ്ലോ? അത് ഞാൻ സോൾവ് ചെയ്യാനോ? അതേടാ, എന്റെ കൊലീഗ്
ആ, എന്റെ ബോസും അദ്ദേഹം തന്നെയാ. ആ, എന്നെ പ്രൊപ്പോസ് ചെയ്തടാ. എന്തിനാ നീ ചിരിക്കുന്നെ? ആരാടി അത്? നിനക്കൊരാളെ കിട്ടിയ ലെക്ചർ എടുത്ത് കൊല്ലുവല്ലോടി നീ. ഇല്ലടാ, ഞാനൊന്നും പറഞ്ഞില്ല. നീ ഒന്നും പറഞ്ഞില്ലെന്നോ? അത് ഞാൻ വിശ്വസിക്കണം. സത്യാടാ. അവൻ എന്നെ പ്രൊപ്പോസ് ചെയ്ത ഉടനെ എനിക്ക് നിന്നെ ഓർമ്മ വന്ന്. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ആളെങ്ങനെയാ? ഓക്കേ, ആളുടെ ക്യാരക്ടർ? വെരി നൈസ് പേഴ്സൺ. നീ നൈസ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആള് ശരിക്കും കൊള്ളാമായിരിക്കും. ശരി, അവനോട് എന്താ പറഞ്ഞേ? ആലോചിച്ച് പറയാന്നാ പറഞ്ഞിരിക്കുന്നെ. ഇതിലെന്താ ആലോചിക്കാനുള്ളേ? നിനക്ക് ഇഷ്ടപ്പെട്ട പിന്നെ ആലോചിക്കണ്ടല്ലോ. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എത്ര ടൈം എടുത്താലും അത് വേസ്റ്റാ. പക്ഷെ നിനക്ക് ഇഷ്ടമല്ലേ? ഓക്കെ പറഞ്ഞേക്ക്. അപ്പൊ പറയാന്നാണോ? അത്രേ ഉള്ളൂ. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. ബൈ. താങ്ക് യുടാ. ബൈ. ഹായ്. ഹേയ്, സഡൻ സർപ്രൈസ്. നീ എന്റെ വീട്ടിലേക്കോ? കം കം. അഖിൽ, എന്തുപറ്റി? ഒന്നുമില്ല. എന്താ ഉണ്ടായെന്ന് പറ. ഒന്നും ഉണ്ടായിട്ടില്ല. ടീ ആണോ കോഫി ആണോ? എടാ ശ്രീനു, നീ എണീറ്റ് പോയി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കുടിച്ചോളാം. അഖിൽ, നിനക്ക് എന്താ പറ്റിയേ? ഇന്നലെ ശിവന്റെ അമ്പലത്തിൽ ഞാൻ പോയപ്പോ മുട്ടുകുത്തി നടന്ന മല കയറിയത്. നീ എന്നോട് നോ പറയാതിരിക്കാൻ വേണ്ടി. ആ കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ വന്നത്. നിന്നെ എന്റെ അമ്മയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാണിക്കണമെന്നുണ്ട് എനിക്ക്. എന്തിന്? ഇയാളെ എനിക്കങ്ങ് ഇഷ്ടായെന്ന് അമ്മയോട് പറയണ്ടേ? താങ്ക് യു മിത്ര, താങ്ക് യു വെരി മച്ച്. ഐ എം വെരി ലക്കി മിത്ര, വെരി ലക്കി. അമ്മാവ, എന്നെ മനസ്സിലാക്കുന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. എൻ്റെ അച്ഛനും അമ്മാവനുമൊക്കെ അങ്ങാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം എഴുതുന്നത്. അവന്തികയുടെ ചിന്തയും എൻ്റെ ചിന്തയും ചേരില്ല. ഞാനും അവന്തികയും ചെറുപ്പത്തിലെ ഒരുമിച്ച് വളർന്നവരല്ലേ. പക്ഷെ എനിക്ക് അവന്തികയോട് അങ്ങനെ ഒന്നുമില്ല. അവന്തിക എന്നെ കല്യാണം കഴിച്ച ജീവിതം മുഴുവനും കഷ്ടപ്പെടേണ്ടി വരും. അമ്മാവൻ ചോദിച്ച ഉടനെ അമ്മാവൻ ഇഷ്ടക്കേട് വരണ്ടെന്ന് വിചാരിച്ച ഞാൻ സമ്മതിച്ചേ. അമ്മാവനൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നൊരു പെണ്ണിനെ ഇഷ്ടമാണ്. അവളും ഞാനും നന്നായി ചേർന്ന് പോകും. ഞങ്ങളുടെ ചിന്തകളും ഒന്നാണ്. പ്ലീസ് അമ്മാവ, എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഇപ്പോഴും എൻഗേജ്മെന്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഈ ലെറ്റർ എഴുതുന്നത്. പെട്ടെന്ന് വന്ന് അങ്ങയോട് നേരിട്ട് സംസാരിക്കാം എന്ന് നിങ്ങളുടെ അഖിൽ. ഡാഡി എന്താ വായിച്ചോണ്ടിരിക്കുന്നേ? ഈ കാലത്ത് ലെറ്ററോ? ഫോണെ വിളിച്ചൂടെ? ഫോണാണോ മോളെ? ചില ഫീലിങ്സ് എല്ലാം ഫോണിൽ പറയാൻ പറ്റില്ല മോളെ.
അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പേപ്പറിൽ അവരുടെ ഫീലിങ്സ് എഴുതുന്നത്. നിന്റെ മുറച്ചെറുക്കൻ അഖിലിന്റെ അടുത്തുനിന്നാണ്. അവനെന്തോ അപ്ഡേറ്റ് ആയി, പക്ഷെ അവന്റെ ഫീലിങ്സ് അപ്ഡേറ്റ് ആയില്ല. ഡാഡി, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ നമ്മളെപ്പോലെ വിചാരിക്കാൻ പറ്റുമോ? നമ്മുടെ ചിന്തകളും അവരുടെ ചിന്തകളും ഒരേപോലെ ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മോളെ. മരുമകൻ എന്ന നിലയ്ക്ക് ഇങ്ങനെയായിരിക്കുമെന്ന് എൻഗേജിന് മുമ്പേ അത് വേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. അത് വളരെ നന്നായി പോയി. ഇക്കാര്യം അവൻ കല്യാണത്തിനെന്ന് പറഞ്ഞിരുന്നെങ്കിലോ? താങ്ക് ഗോഡ്, സ്ട്രോക്ക് വരാതെ എന്നെ രക്ഷപ്പെടുത്തി. ക്ഷമിക്കൂ എന്ന ഒറ്റ വാക്കില് നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പറ്റില്ലെന്ന് വളരെ ഈസി ആയിട്ട് അവൻ പറഞ്ഞു മോളെ. ഡാഡി വെറുതെ വിഷമിക്കണ്ട. ഇല്ല മോളെ, എനിക്കിതിൽ വിഷമമൊന്നുമില്ല. ഞാൻ മുൻപേ പറഞ്ഞതാ, എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അദ്ദേഹത്തിന്റേതുമായി പൊരുത്തപ്പെട്ടു പോയില്ലെന്ന്. ഡാഡിയാണ് നിർബന്ധിച്ച് സമ്മതിപ്പിച്ചത്. ഇപ്പൊ എന്തായിന്ന് കണ്ടോ? എല്ലാരോടും പറഞ്ഞിട്ട് എനിക്ക് നാണക്കേടായി. എന്തിനാ അർജുനായി വിളിച്ചേ? സിമ്പിൾ ആയിട്ട് അദ്ദേഹം ഇതിന്ന് ഒഴിഞ്ഞു മാറി. എന്തിന്? എന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്. എന്താ പറയുന്ന നീ? ഒന്നും മനസ്സിലാകുന്നില്ല. എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു ഡാഡിയോട്. പുള്ളിയുടെ ഓഫീസിലുള്ള കൊലീഗുമായിട്ട് അയാൾക്ക് ലവ് ആണെന്ന്. ഇപ്പൊ തന്നെ നാനിക്ക് വിളിക്കാം. എന്നോട് പറഞ്ഞോ അങ്ങനെ? ആക്ച്വലി എന്നോട് കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ശരിക്കും കൊടുത്തേനെ. നിന്നെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, ഡാഡി നിർബന്ധിച്ചുകൊണ്ടാ സമ്മതിച്ചത് എന്ന് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞേനെ. ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എനിക്ക് അയാളെ. എന്നോട് പറയാതെ ഡാഡിക്ക് കത്തയച്ചിരിക്കുന്നു. എന്താ എന്താ നീ പറയുന്നേ? സത്യമാടാ. അവളെ വിട്ടേക്കടാ. എന്റെ മേലെ അവൾക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എനിക്കെന്തിനാ? ഓക്കെടാ, ബൈ. ഡാഡി എന്തു ചെയ്യാനാ? പാവം ഡാഡി. ഞാൻ ഡാഡിയോട് പറഞ്ഞു, അവനെക്കാളും, അവനെന്ന് പറയാൻ പാടില്ല, പക്ഷെ ഇപ്പൊ അങ്ങനെ പറയാം, അവനെക്കാളും ബെസ്റ്റ് ആയിട്ട് ഒരാളെ സെലക്ട് ചെയ്യുന്നു. കിട്ടിയോ? എന്താ കിട്ടാണ്ട്? അവന്തിക്കേ, നിന്റെ അടുത്തൊരു മുഖ്യമായ കാര്യം പറയണം. നിന്റെ മുറച്ചെറുക്കൻ കൈവിട്ടു, പക്ഷേ നിന്നെ സ്നേഹിച്ചവനെ നീ മനസ്സിലാക്കില്ല. എന്നെ സ്നേഹിച്ച ആളെന്ന് വെച്ചാ ആരത്? നാനി. അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അവൻ ബെസ്റ്റ് ഫ്രണ്ട് മാത്രല്ല, ബെസ്റ്റ് ലവർ കൂടെയാ. നിന്റെ മുറച്ചെറുക്കന്റെ കൂടെ എൻഗേജ്മെന്റിന്റെ ട്രീറ്റ് തന്നില്ലേ? അന്ന് അവൻ നിന്നെ പ്രൊപ്പോസ് ചെയ്യാൻ വന്നതാ. ഈ കാര്യം അറിഞ്ഞപ്പോ അവൻ വേണ്ടാന്ന് വെച്ചു. പക്ഷെ എന്നോട് അവൻ ഒരിക്കലും അങ്ങനെ പെരുമാറിയിട്ടേ ഇല്ല. അതാണ് അവന്റെ ഗ്രേറ്റ്നെസ്. നിന്റെ അടുത്ത് അവൻ അത് പറഞ്ഞിട്ട് പോലും ഇല്ല. അതെടി, സത്യത്തിൽ അവൻ സ്റ്റഡീസിൽ വളരെ പുവറാ. എന്നിട്ടും ആ സബ്ജക്ട് കഷ്ടപ്പെട്ട് നിനക്ക് വേണ്ടി പഠിച്ച് നിനക്കും പെർസെന്റേജ് വാങ്ങി തന്ന് അവനും ക്ലാസ്സിൽ ടോപ്പറായി. അതെടി, അത് സത്യ. നാനിയെ പറ്റി ഒരു നിമിഷം ആലോചിച്ച് നോക്ക്. ഹി ഈസ് ബെസ്റ്റ് ഫോർ യു. നീ അത് മനസ്സിലാക്കിക്കോ. ഹലോ നാനി. ഹായ് അവന്തിക. ഹലോ. ഒന്നുമില്ല.
എന്റെ ബർത്ത്ഡേയാ. ഓ, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എവിടെയാ പാർട്ടി? എന്റെ വീട്ടിൽ തന്നെ. വരില്ലോ അല്ലേ? നീ വിളിച്ചിട്ട് വരാതെ എങ്ങനെയാ? ഞാൻ തീർച്ചയായിട്ടും വരാം. മനസ്സിൽ ഇത്രയും മോഹം വെച്ചിട്ട് എന്താടാ എന്നോട് പറയാത്തെ? എന്താ പറയാത്തെ? എന്നോട് പറയാമായിരുന്നില്ലേ? എന്നോട് സ്നേഹമാണെന്ന് എന്താടാ പറയാത്തെ? എന്നോട് അത്രയധികം സ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും അത് പറഞ്ഞൂടെ? എപ്പോഴാ നീ അത് പറയാ? അവള് നിന്നെ എന്തിനു ഹെൽപ്പ് ചെയ്യണം? ജസ്റ്റ് യുവർ ഫ്രണ്ട്, ദാറ്റ്സ് ഇറ്റ്. അവള് ബാംഗ്ലൂരിൽ പോകുമ്പോഴും കൂടി നിന്നെ ശ്രദ്ധിച്ച് നോയിക്കോളാൻ പറഞ്ഞു. നീ എന്ന് വെച്ച അവൾക്ക് ജീവനാ. എടാ, അവളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടാണോ സ്നേഹിച്ചെന്നറിയില്ല. എന്നാൽ അവൾ സ്നേഹിച്ചത് നിനക്ക് വേണ്ടിയാ, നിനക്ക് മാത്രം വേണ്ടി. നാനി, എന്താ മോനെ ഇത്? ഫ്രണ്ട്ഷിപ്പ് ആന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്കിടുന്നതാണോ ഫ്രണ്ട്ഷിപ്പ്? അതല്ല ആന്റി, അവളിപ്പോഴാ പുറത്തു പോയത്. അവളുടെ കാര്യത്തിൽ ഞാൻ ചെയ്തത് തെറ്റാ. സോറി ആന്റി. ഹേ മിത്രേ, ഹേ മിത്രേ. I'm really very sorry. നീ എന്താ ഇത് കൊച്ചു കുട്ടികളെ പോലെ? ഞാൻ ചെയ്തത് തെറ്റാ. നാനി, ഞാൻ ചെയ്തത് തെറ്റാ. നിന്നെ പോലത്തെ ഒരു നല്ല ഫ്രണ്ടിനെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. ഐ എം സോറി. അതൊന്നും നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്ന വാക്കുകളല്ല. അത് വിട്ടേക്ക്. എന്റെ ലവിന് വേണ്ടി ഞാൻ നിന്നെ പിരിയാനോ? എന്തിനാടിയാ ലവ്? എനിക്ക് നീ മാത്രം മതിയടി. അങ്ങനെ കിട്ടുന്ന ലവ് എനിക്ക് ആവശ്യമില്ല. ഹായ് അഖിൽ. ടുമോറോ മോർണിംഗ് ഐ ആം കമ്മിങ് ടു ബാംഗ്ലൂർ. ഐ വിൽ മീറ്റ് യു ഇൻ ദി ഓഫീസ്. നാളെ മാത്രമല്ല, ഇനി ഒരിക്കലും നീ ഓഫീസിലേക്ക് വന്നു പോകരുത്. എന്റെ ലൈഫിൽ നിന്നെ ഇനി കണ്ടുപോകരുത്. അതെന്താ? നിന്നോട് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നമ്മുടെ ലവ് ബ്രേക്കപ്പ് ആയി. നീ ഫോൺ വെക്കണേ. എന്താ പറയുന്നേ? ലവ് ബ്രേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അത് പോട്ടെ.
എന്റെ ലവിനെ ഹെൽപ്പ് ചെയ്യാൻ പോയി ഇവളുടെ ലവ് ബ്രേക്കപ്പ് ആയല്ലോ. എന്താ സംഭവിച്ചെന്ന് അറിയണം. അമ്മേ അയ്യോ ആരടാ നീയേ? ഇത് ഞാനാണ് മുത്തശ്ശ. എടാ തല്ലിപ്പൊളി, നീ ഈ കോലത്തിൽ എങ്ങനെ? മുത്തച്ഛ, നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ വേലിയുടെ അടുത്ത് പോയി വേലി പൊളിച്ച് വലിച്ചെറിയാന്ന് വിചാരിച്ചതാ. അപ്പൊ ഉണ്ടല്ലോ ആ പിച്ച പെരുമാൾ അങ്ങോട്ട് വന്നു. ഞാൻ വേലി പൊളിച്ചോട്ടെ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു. വലിച്ചെറിയടാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു. ഞാൻ കാലെടുത്ത് തൊഴിക്കാൻ നോക്കി. എന്റെ കാലിൽ പിടിച്ചിട്ട് തൃശ്ശൂർ പൂരത്തെ പോലെ കടയെന്നൊരു വെടിക്കെട്ടായിരുന്നു മുത്തച്ഛ. ആ പിച്ചപ്പെരുമാനെ തല്ലിട്ട് വരാൻ പറഞ്ഞിട്ട് നീ തല്ലി വാങ്ങിട്ട് വന്നിരിക്കുന്നു. നീ ഒരു കാര്യത്തിന് ഉപകരിക്കില്ലടാ. നിങ്ങൾ ഇതൊന്ന് നോക്ക്. കണ്ടോ പേരക്കുട്ടി, നീ എന്താ ചെയ്യാൻ പോണെന്ന് എനിക്കറിയണ്ട. 7 കുതിരകളെ പൂട്ടിയ രഥം കൊണ്ടുവന്നാ നമ്മൾ 7 പേരും അതിന്റെ പുറത്ത് കയറി ഒരു ഉല്ലാസ യാത്ര ചെയ്യാന്ന് വലിയൊരു ആശയാണ് പേരക്കുട്ടി. എന്താ നിന്റെ പ്ലാൻ? ആമാടാ, ഇപ്പോ എല്ലാരും ചന്ദ്രമണ്ഡലത്തേക്ക് പോறது ഫാഷൻ ആയിடுச்சு. പിന്നെ നമുക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ? അതുക്കാകതാ നമ്മൾ 7 പേരും ചന്ദ്രനിലേക്ക് പോകാൻ 7 ടിക്കറ്റ് ബുക്ക് ചെയ്തേക്ക്. ചന്ദ്രനിലേക്കോ? വളരെ ശരിയാ പറഞ്ഞ്. അതേടാ മോനെ. എന്നാലും ചന്ദ്രമണ്ഡലത്തിലേക്ക് പോകുമ്പോ ഈ മുക്കുപണ്ടിട്ട് പോവാൻ പറ്റൂ? നല്ല തങ്കാഭരണം വാങ്ങിട്ട് വാ. നന്നായി അണിഞ്ഞൊരുങ്ങി ദേവസ്ത്രീയെ പോലെ പോവാ. എങ്ങനെയുണ്ട്? ചന്ദ്രനിലേക്ക് ടിക്കറ്റോ? എന്റെ അമ്മേ. എടാ പേരക്കുട്ടിയെ, നീ എന്താ ചെയ്യാന്ന് എനിക്കറിയണ്ട. ഈ പ്രാവശ്യം MLA ടിക്കറ്റ് എനിക്കാണടാ. അങ്ങനെ പറ. MLA ടിക്കറ്റോ? അതെന്താ ഐനോക്സ് സിനിമ ടിക്കറ്റ് ആണോ? കീറി തരാൻ. എടാ മോനെ, എനിക്ക് അഭിനയം വളരെ ഇഷ്ടാ. നീ ബാഹുബലി 3 സിനിമ എടുക്ക്. എന്നിട്ട് ശിവഗാമിയുടെ ക്യാരക്ടർ എനിക്ക് തന്നേക്ക്. ശരിയാണോ മോനെ? ഇപ്പൊ തന്നെ രാജമോഹനോട് സംസാരിച്ച് അഡ്വാൻസ് കൊടുത്തേക്ക്. അയ്യോ കൃഷ്ണ, മുകുന്ദ, നാരായണ, ഗോവിന്ദ, മുരാരേ, നീ എവിടെയാ കൃഷ്ണ ഉള്ളത്? എന്നോട് ക്ഷമിക്ക്. ഈ തല്ലിപ്പൊടി കുടുംബം എനിക്ക് വേണ്ട കൃഷ്ണ. നീ അപ്പൊ തന്നെ എന്നോട് പറഞ്ഞതാ ഇതൊന്നും നിനക്ക് ശരിയാവില്ല എന്ന്. ഞാൻ കേട്ടില്ല. അത് എന്റെ കുറ്റം തന്നെയാ. എനിക്ക് ഇനി കുടുംബത്തിന്റെ ആവശ്യമില്ല. എന്റെ പേര് കുടുംബത്തിന് തന്നെയാ. പക്ഷെ ഞാനൊരു ബാച്ചലറാ. ഞാനൊരു ഏകാന്തവാസി. എനിക്ക് ഈ തല്ലിപ്പൊടി കുടുംബം വേണ്ട. എവിടെ എന്റെ കൃഷ്ണ? കൃഷ്ണ, എന്നോട് ക്ഷമിക്ക് കൃഷ്ണ. നീ അന്ന് പറഞ്ഞത് ഞാൻ കേട്ടു. എന്റെ അശരീരി നീ കേട്ടുവോ? 6 പേരെ നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ 16,000 പേരോടുകൂടി ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നതെന്ന് നീ ആലോചിച്ചു നോക്ക്. ഇറ്റ്സ് ഓക്കെ ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഫാമിലി. അതായത് മമ്മൂട്ടി ഒരു പടത്തിൽ പറഞ്ഞിട്ടില്ലേ, ലൈക്ക് വാട്ടർ ആൻഡ് ഫിഷ് എന്ന്. നൗ ഐ വിൽ ഗോ ആൻഡ് തുസ്, യു ഗോ ആൻഡ് പിസ് ആൻഡ് റിലാക്സ്. ഓക്കെ? തഥാസ്തു. മരിച്ചു പോയവരൊക്കെ വീണ്ടും നരകത്തിലേക്ക് പോയോ? എന്റെ പേര് കുടുംബം എന്നാ. പക്ഷെ എനിക്ക് ഇങ്ങനെ ഇരിക്കാനാണ് സന്തോഷം. അമ്മേ. അഖിൽ, മിത്രയും ഞാനും ഡീപ് ലവേഴ്സ് ആയിരുന്നു. അവൾ നിന്നെക്കാളും എന്നെയാണ് അധികം സ്നേഹിച്ചിരുന്നത്. അധികം താമസിയാതെ തന്നെ ഞങ്ങൾ കല്യാണം കഴിക്കും. നീ മാറിപ്പോ എന്ന് പറഞ്ഞിട്ട് പോകാൻ വന്നതാ. അല്ലെങ്കിൽ ആ മിത്ര നല്ല പെണ്ണാണ്, അവൾക്കും എനിക്ക് ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞ് അതിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണോ? അഖിൽ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. കോളേജിൽ പോയി ചോദിച്ചു നോക്കടാ, ഞാനും ഇത്ര എങ്ങനത്തെ ഫ്രണ്ട്സ് ആണെന്ന്. അവര് പറയും. ഞാനിന്ന് പറഞ്ഞത് നീയാണോ? ഐ എം വെരി വെരി സോറി ബ്രോ. പറയാ വന്തിക. അഖിൽ, നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാം. ടുമോറോ 10:30 ഞാൻ സൂയിസൈഡ് പോയിന്റിൽ വെയിറ്റ് ചെയ്യും.
ബി കൂൾ. നാളെ അവിടെ വന്നില്ലെങ്കിൽ 10:30ക്ക് സൂയിസൈഡ് പോയിന്റ് അവിടെ ഉണ്ടാവും. ഞാൻ അവിടെ ഉണ്ടാവില്ല. അവന്തിക, ഞാൻ പറയുന്നത് വിശ്വസിക്കേ. എനിക്കൊന്നും കേക്കണ്ട, മര്യാദയ്ക്ക് വന്നോണം. എന്തിനാ ഇവിടെ വന്നത്? ഓഹോ, രണ്ടുപേരും കൂടി കളിച്ച ഗെയിം ഫ്ലോപ്പ് ആയി പോയി. അതുകൊണ്ട് ഇപ്പൊ ഒരു പുതിയ ഗെയിം കളിക്കാൻ വന്നാണോ? ഇനി അങ്ങോട്ട് നിങ്ങളുടെ പ്ലാൻ വർക്കൗട്ട് ആവില്ല. ഐ എം ഗോയിങ് ടു മാരി മൈ അഖിൽ. ഷോക്കായി പോയോ? ഇപ്പൊ മനസ്സിലായോ? യു ആർ ചീറ്റേഴ്സ്. മിത്ര, നിന്റെ ഈ ബുദ്ധിയുണ്ടല്ലോ, അത് നല്ല കാര്യത്തിന് ഉപയോഗിക്ക്. അതാ നല്ലത്. ആരെയും ചതിക്കാൻ ഉപയോഗിക്കരുത്. നാനി, ഒരു മിനിറ്റ്. അവന്തിക, നിന്റെ കാര്യത്തില് ഞാനാ തെറ്റിയത്. നീ വരുന്നതിന് മുൻപ് അവന്റെ ലൈഫ് എന്താന്ന് അവന് പോലും അറിയില്ലായിരുന്നു. അതുകൊണ്ടാ നീ അവന്റെ ലൈഫില് വരികയാണെങ്കിൽ അവന്റെ ലൈഫ് നന്നായിരിക്കും വിചാരിച്ചാ നിന്റെ മുറച്ചിറക്കനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ ജോബിൽ ജോയിൻ ചെയ്തത്. കൺവിൻസ് ചെയ്തോ? ലവ് ചെയ്തോ? കൺവിൻസ് ചെയ്യാൻ പോയപ്പോ അവൻ അവന്റെ ലവ് അക്സെപ്റ്റ് ചെയ്ത് വലിയ തെറ്റ് ചെയ്തു. അതിനുവേണ്ടിയാ ഞങ്ങള് സോറി ചോദിക്കാൻ വന്നിരിക്കുന്നേ. അവന്തിക, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ആരെന്തിനു വേണ്ടി പ്രേമിക്കുന്നു ആർക്കും അറിയില്ല. എന്തിനാ എന്താന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്നത് പ്രേമമല്ല. മനസ്സ് നന്നായിട്ട് അറിഞ്ഞിട്ട് വരുന്നതിന്റെ പേരാണ് പ്രേമം. അതേപോലെ തന്നെ നിന്നെ എന്തിനാ പ്രേമിച്ചെന്ന് എന്റെ മനസ്സിനറിയില്ല. പക്ഷെ എത്രമാത്രം സ്നേഹിച്ചു എന്നറിയാം. നീ മുറച്ചെറുക്കൻ്റെ ഒപ്പം ഹാപ്പി ആയിരിക്കേ. ഹാപ്പി മാരിഡ് ലൈഫ്. ലെറ്റ്സ് ഗോ. കണ്ടില്ലേ അവന്തിക, ദാറ്റ് ഈസ് നാനി. ആരായാലും താൻ പ്രേമിച്ച പെണ്ണിനെ തനിക്ക് തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ ഞാനീ താൻ സ്നേഹിച്ച പെണ്ണ് സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. പ്രേമം ത്യാഗമാണെന്ന് എല്ലാരും പറയും. അതിനുദാഹരണം ഇവനാണ്. അവൻ എന്താ ചെയ്തെന്ന് നോക്ക്. ഞാനീ നിന്നെ മാത്രമല്ല, നിന്റെ അംബീഷനെയുമാണ് സ്നേഹിച്ചത്. അതിന് ഞാൻ എന്താ ചെയ്തെന്നറിയോ? ജസ്റ്റ് നീ അയച്ചെന്ന ഫോട്ടോസ് കണ്ട് ഞാൻ ജീവന തുല്യം സ്നേഹിച്ച എന്റെ മിത്രയെ എനിക്ക് പിരിയേണ്ടി വന്നു. നിനക്കൊരു കാര്യം അറിയോ? മിത്രയെ ഞാനാ പ്രപ്പോസ് ചെയ്തേ. നീ ഇപ്പൊ പറയ്, നിനക്ക് ഞാനാണോ ചേരുന്നേ, ഞാനിയാണോ ചേരുന്നേ? അതെന്തിന്? നാനി, നീ അടിച്ചു കേട്ടു. അത് അറിയാതെ സംഭവിച്ചു പോയതാ. അതൊന്നും എനിക്കറിയില്ല. നാനി യെസ് പറഞ്ഞാലേ ഞാൻ ഇതിനെ കുറിച്ച് ആലോചിക്കൂ. എടാ ഞാനീ, എടാ അളിയാ, നിന്റെ റൊമാൻസ് ഒന്ന് നിർത്തിയിട്ട് ഞങ്ങളുടെ റൊമാൻസ് ഒന്ന് കാണ്. രണ്ട് ഫ്രണ്ട്സിന്
ഫ്രണ്ട്സിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും പ്രശ്നം തന്നെയാ. അതുപോലെ തന്നെ ലവേഴ്സിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ട്രൂ ഫ്രണ്ട്സ് ആയിരിക്കണം, ട്രൂ ലവേഴ്സും ആയിരിക്കണം.